ഹായ് ഓൾ. അവസ്ഥ ഓ എന്തോ ഇത് ആക്ച്വലി എനിക്ക് ഭയങ്കര തലവേദനയുണ്ട്. അതുകൊണ്ട് ഞാൻ കുറച്ച് കാര്യങ്ങൾ മാത്രം പറഞ്ഞിട്ട് ഞാൻ പോകും. സുഖമില്ലാതെ വീഡിയോ ഒന്നും ചെയ്യരുതെന്നാണ് എൻ്റെ അടുത്ത് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. നോ മോർ വീഡിയോസ് അൺടിൽ യു റിക്കവർ വെൽ. എനിക്ക് ഭയങ്കര വിഷമങ്ങളാണ് സുഹൃത്തുക്കൾ. ഞാൻ ഭയങ്കര ബുദ്ധിമുട്ടിലും മാനസിക പ്രയാസത്തിലുമൊക്കെയാണ്. എക്സ്ക്യൂസ് മീ, ഐ എം ഓൺ ലൈവേ. ഭയങ്കരമായ മാനസിക പ്രയാസത്തിലൊക്കെയാണ്. ഇതും കൂടെ ഒരു കറുപ്പ് കാണും. അത് ഞാൻ ഒട്ടിച്ചു വെച്ചത്. ഈ വിഷമങ്ങളുടെ ഒരു ആധിക്യത്തിൽ എനിക്ക് ഭയങ്കര സങ്കടവും പ്രയാസവും മനപ്രയാസങ്ങളാണ്. ഹായ് അരുണേ, ബോട്ടമ്മായിയെ പറ്റി എന്ത് വിവരമുണ്ടോ? വെയിറ്റിംഗ് ആയിരുന്നു. ഹായ് ശ്രീകുമാരകൃഷ്ണൻ. ഇത് നമ്മൾ ചർച്ചയ്ക്ക് എടുത്ത് വെച്ചിരിക്കുന്ന ഒരു സബ്ജക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സീരിയസ് ആയിട്ടുള്ളൊരു മാറ്ററാണ്. എനിക്കറിയില്ല ഇതിൽ എത്ര പേര് എന്നെ തല്ലാൻ കൊല്ലാനും വരുമെന്നുള്ളത്. ഹായ് സുമി, ഹായ് മിയാമി, ഹായ് ധന്മയ, ഹായ് ഷൈനി. ഞാൻ ഈ ഒരു വിഷയം കൈകൊണ്ട് തൊടുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വിഷമങ്ങൾ വരാൻ ചാൻസസ് ആർ ദെയർ. നിങ്ങളെല്ലാവരും വിഷമങ്ങൾ നീക്കി വെച്ച് മാറിയിരുന്നിട്ട് കരഞ്ഞോളൂ. ഞാൻ എന്തായാലും ഈ വിഷയം എടുക്കുക തന്നെ ചെയ്യും. ഓക്കെ. അൻഷിഫ് എന്ന് പറയുന്ന ഒരു യൂട്യൂബർ ഉണ്ട്. നിങ്ങൾക്കൊക്കെ അറിയോ ഇല്ലെന്ന് അറിയത്തില്ല, വേണമെങ്കിൽ ടൈപ്പ് ചെയ്ത് നോക്കി നോക്കുക. അൻഷിഫ്, ലവ് ഫ്രം ഇറ്റലി. ഇറ്റലി എന്നുള്ളവർക്കും ലവ് ഉണ്ടാവും. നടക്കട്ടെ. അപ്പം വിഷയത്തിലേക്ക് നമുക്ക് വരാം. അൻഷിഫ് ആണ് ഇന്നത്തെ നമ്മുടെ സബ്ജക്റ്റ്. അൻഷിഫ് ഒരു ഫാമിലി വ്ളോഗറാണ്. അത്യാവശ്യം നന്നായിട്ടൊക്കെ അവരുടെ ഫാമിലിയെ പറ്റിയൊക്കെ പറയുന്ന ഒരു വ്ളോഗറാണ്. ഞാൻ 1-2 വീഡിയോയെ കണ്ടിട്ടുള്ളൂ. വീഡിയോ കാണാൻ ഉണ്ടായ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു ക്രിമിനൽ വ്ളോഗറുണ്ടല്ലോ, പക്കാ ക്രിമിനലായ ഒരു വ്ളോഗർ ഉണ്ടല്ലോ, അയാളുടെ പേരാണ് നാസർ വാണം. മതിയാണല്ലോ മതിയാക്കി എന്നാണല്ലോ പറഞ്ഞത്. സന്തോഷിച്ചു. വെറുതെ അങ്ങനെയൊക്കെ കയറി സന്തോഷിക്കാൻ പാടുണ്ടോ ചാനലേ? അങ്ങനെ നാസർ വാണത്തിൻ്റെ ചാനലിൽ കൂടെ ഈ പയ്യനെ പറ്റി ഇങ്ങനെ പറയണത് കേട്ടിരുന്നു. പിന്നെ വേറെ ഏതോ ഒരു വീഡിയോയെ പറ്റിയും പുള്ളിക്കാരെ എടുത്തു വെച്ച് സംസാരിക്കുന്ന കേട്ടത്. അപ്പോൾ ഞാനിത് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. ഇത് ഞാൻ ഫാമിലി വ്ളോഗിൻ്റെ ഫാനല്ല. എനിക്ക് ഈ ഫാമിലി വ്ളോഗിനോട് ഞാൻ അഡിക്റ്റഡ് അല്ല. ഐ ആം ജസ്റ്റ് ലുക്കിംഗ് ആഫ്റ്റർ ദം. ജസ്റ്റ് ഒരു ഓടിച്ച് നോക്കൽ. അതിനപ്പുറം ഞാൻ അതൊരു അഡിക്ഷൻ ആയിട്ട് കൊണ്ട് കിടക്കുന്ന വ്യക്തിയല്ല. അപ്പം ഈ കുട്ടീനെ ഞാൻ ഈ ഫാമിലിയെ ഞാൻ ഭയങ്കര ഇതായിട്ടൊന്നും വാച്ച് ചെയ്ത ആളല്ല. അതുകൊണ്ട് എനിക്ക് അതിനെപ്പറ്റി കൂടുതൽ ഡെപ്തിലൊന്നും കാര്യങ്ങൾ അറിയത്തില്ല. വാണക്കുറ്റി പക്ഷേ ഇവരെ പറ്റി പറയുന്നത് വളരെ തീവ്രമായ ഒരു ക്രിറ്റിസിസം ആയിരുന്നു. അപ്പം നമ്മുടെ പക്ഷിയെ പറ്റി കുറേ കാര്യങ്ങൾ, പശുവിനെ പറ്റി കുറേ കാര്യങ്ങൾ നാസിർ വാണം പറയുന്നുണ്ടായിരുന്നു. അത് കേട്ടപ്പോൾ എനിക്ക് സത്യത്തിൽ കുറച്ച് ഒരു ഇത് തോന്നി. കാരണം ഇസ്ലാം മതത്തിൻ്റെ ഏറ്റവും നല്ല ഒരു വശത്തിനെ എടുത്തു വെച്ച് വക്രീകരിച്ചുകൊണ്ട് അയാളുടെ വ്യഭിചാരങ്ങൾക്ക് വേണ്ടി ഇസ്ലാം മതത്തിനെ ഉപയോഗിക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിരുന്നു. അതുകൊണ്ട് നസീർ അത് പറഞ്ഞപ്പോൾ എനിക്ക് ഇഷ്ടപ്പെടുകയും ഞാൻ ആ വീഡിയോയുടെ പ്രസൻറ്റ് പോർഷൻ എടുത്ത് വെച്ചിട്ട് വീഡിയോ ചെയ്യുകയും ചെയ്തിരുന്നു. പക്ഷെ പിന്നീടുള്ള അയാളുടെ വീഡിയോസൊക്കെ കാണുമ്പോൾ പോകെ സിൽജു ടാക്സ് അങ്ങനെ കണ്ടാണ് ആ കുട്ടിയുടെ പേര്. 5-6 കൊച്ചുങ്ങളെയൊക്കെ പ്രസവിച്ചിട്ട് നടക്കുന്ന ഒരു പെണ്ണുണ്ടല്ലോ. കുറേ പ്രസവിക്കുകയാണ് പെണ്ണിൻ്റെ ഉദ്യമം എന്ന് മനസ്സിലാക്കിച്ച് തരാൻ വേണ്ടിയിട്ട് ട്രാൻസ്മിഷൻ കട്ടാവുന്നല്ലോ. വാട്ട് എന്താ എനിക്ക് ട്രാൻസ്മിഷൻ കട്ടെന്ന് കാണിക്കുന്നേ? അപ്പോൾ ശരിയായി. അപ്പോൾ ആ പെങ്കൊച്ച് പ്രസവമാണ് സ്ത്രീകളുടെ ഉദ്ദേശ ലക്ഷ്യം. സ്ത്രീകൾ രാജ്യത്ത് അല്ലെങ്കിൽ ലോകത്തേക്ക് ജനിക്കാൻ വന്നിരിക്കുന്നത് തന്നെ പ്രസവിക്കാൻ വേണ്ടി മാത്രമാണെന്ന് ഒരു ഉദ്ദേശ ലക്ഷ്യം അല്ലെങ്കിൽ ഒരു സന്ദേശം കൊടുക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു വിഷയത്തിൽ എനിക്ക് ആ പെൺകുട്ടിയുടെ എതിർപ്പുണ്ടെങ്കിലും ആ പെൺകൊച്ചിനെ എടുത്തു വെച്ചിട്ട് നാസിർ വാണം ഇത് പറയുന്ന കേട്ടപ്പോൾ പാവം തോന്നിയായിരുന്നു. ഒരു പ്രശ്നത്തിലുള്ള സ്വന്തം ഫാമിലിയിൽ ചോറ് വയ്ക്കുന്നതും കറി വയ്ക്കുന്നതും കൊച്ചുങ്ങൾ ഒരുക്കണേ സ്കൂളിൽ കൊണ്ടുപോകണതിനെയൊക്കെ പറ്റി നിന്റെ സുന എടുത്തു കളഞ്ഞില്ലേ? സുനിൽ പോകുന്നതായിരിക്കും വൃത്തി. നിന്നാൽ എനിക്കിപ്പോൾ അസുഖമൊക്കെ മാറുമ്പോൾ അച്ഛ തെളി ഞാൻ വിളിക്കും. വേണോ? ഹായ് അവസ്ഥം പലർക്കും ദുരവസ്ഥയാണ് അവസ്ഥ. അപ്പോൾ ആ പെൺകൊച്ചിനെ പോലും അവനെടുത്ത് വെച്ച് വാണക്കുറ്റി ഓരോന്ന് പറയുന്ന കണ്ടപ്പോൾ ഭയങ്കര സങ്കടം തോന്നിയിരുന്നു. പാവം കൊച്ച് അത് അങ്ങനെയൊന്നും അത്ര വലിയ മോശപ്പെട്ട വീഡിയോസ് ഒന്നും ചെയ്യുന്ന ആളല്ല. അതിൻ്റെ പേരൻസിനെയും അതിൻ്റെ ഹസ്ബൻഡിനെയും 5 മക്കളെയും ഒക്കെയാണ് അതിൻ്റെ വീഡിയോയ്ക്ക് ആധാരമായിട്ടുള്ളത്. അപ്പോൾ ആ കുട്ടിയും കൂടെയൊക്കെ പറയുന്നു. പിന്നെ ആരെയൊക്കെ പറയുന്നു? മുല്ലപ്പൂവിനെ പറയുന്നു. അച്ചിലാമാലിയെ പിന്നെ അയാൾക്ക് കണ്ണെടുത്താൽ കണ്ടുകൂടെന്നാണ് മനസ്സിലായിട്ടുള്ളത്. അച്ചിലാമാലി
പിന്നെ ജട്ടി തൂക്കി കാണിക്കുന്നു, അത് തൂക്കി കാണിക്കുന്നു, ഇത് തൂക്കി കാണിക്കുന്നു എന്ന് പറഞ്ഞിട്ട് കുറേ അധികം വൾഗറിസം ആ കുട്ടിയെ പറ്റി പറയുന്നുണ്ട്. പെൺകുട്ടികളാണ് അയാൾ ടാർഗറ്റ് ചെയ്യുന്നത്. ഇസ്ലാം മതത്തിലെ പെൺകുട്ടികൾ പ്രശ്നമാണ്, ഇസ്ലാം മതത്തിലെ പെൺകുട്ടികൾക്കാണ് പ്രശ്നം. തന്തയ്ക്കും തള്ളയ്ക്കും മുത്തിക്കും മുത്തപ്പനും ഒക്കെ വിളിക്കാം. എന്നെ കക്കൂസ് എന്നൊക്കെയാണ് വിളിച്ചത്. ഓ, ആരായിപ്പോൾ ഈ നായ്ക്ക് പറന്നവൻ. ഓക്കെ, അത് കട്ടായി, ട്രാൻസ്മിഷൻ കട്ടായതുകൊണ്ട് ആ വേർഡ് അധികം പോയിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലായത്. ഹായ് പ്രീത ടി, ഹായ് ഫറു, സംതിങ് റോങ്, ഐ ഡോണ്ട് നോ മൈ നെറ്റ്വർക്ക്. ഓക്കെ, ഞാൻ നോക്കട്ടെ, ഞാൻ വൈഫൈ ഉപയോഗിക്കാനാണ്. അസൈൻമെൻറ്റ് വൈഫൈ ഓൺലി. അപ്പോൾ ഈ വിഷയമാണ് നമ്മളുടെ ഇന്നത്തെ സബ്ജക്റ്റ്. അൻഷിഫിനെ പറ്റി പടു മോശമായിട്ട് പറഞ്ഞു. അൻഷിഫ് ഒരു പട്ടിയൊക്കെ എടുത്തു വെച്ച് കളിച്ചു എന്നും അൻഷിഫ് ഇസ്ലാമിക വിരുദ്ധമായി പെണ്ണുമ്പിള പ്രഗ്നന്റ് ആയ കാര്യമൊക്കെ പറയുന്നു എന്നൊക്കെയാണ് പുള്ളിക്കാരന്റെ കണ്ടുപിടുത്തം. ഇതേ സെയിം സാധനം പശുവിനെ പറ്റിയും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ പശുവിനെ, ആട്ടിനെയും കോഴിയൊക്കെ പറ്റി പറയുന്നത് പോലെ ഈ പയ്യനെ പറ്റി പറഞ്ഞപ്പോൾ പയ്യൻ എന്ത് ചെയ്തു, ഫുൾ സംഗതി ഇവനെ പറ്റി, അതായത് നസീർ വാണത്തിനെ പറ്റിയുള്ള ഫുൾ റിപ്പോർട്ട് പുള്ളിക്കാരൻ എടുത്തു കൊണ്ടുവന്ന് വെച്ചിട്ട് ഒരു 50-56 മിനിറ്റ് ഇരുന്ന് അങ്ങ് ചേരിക്ക് അങ്ങ് തോർത്തി വിടുന്നുണ്ട്. അവനെ തൂത്തുവാരി നല്ല 1ാം ക്ലാസ് ആയിട്ട് അവനെ ഒരച്ച് കഴുകി അങ്ങ് വിടുന്നു. സത്യത്തിൽ അവൻ ജീവനുണ്ടെങ്കിൽ ചെത്ത് കളയണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഷെഫീന മാഡം ഹായ്, ഞാനിപ്പോൾ വന്നിട്ടേ ഉള്ളൂ. ഹായ് ഷീജ, ഹായ് ഷെഫീന, ഹൗ ആർ യു? ഐ എം ഓൾ റൈറ്റ്. ഹായ് മിനി വരും, ഹായ് രഘുച്ചട്ട. അപ്പോൾ ഈ വിഷയത്തിൽ ഞാൻ സത്യത്തിൽ അൻഷിഫിൻ്റെ ഒപ്പമാണ്. കാരണം നമ്മളുടെ സമൂഹത്തിൽ ഇപ്പോഴത്തെ ഈ കേരളത്തിൽ ബാക്കിയുള്ള ഇസ്ലാമിക രാജ്യങ്ങളൊക്കെ തന്നെ മാറി മറിഞ്ഞു വരുന്ന അവരുടെയൊക്കെ ചിന്താധാരകൾ തെറ്റാണെന്നും അതൊക്കെ മാറ്റേണ്ട ആവശ്യമുണ്ടെന്നും സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യമുണ്ടെന്നും സ്ത്രീകൾക്ക് അതിനൊക്കെ ഫെസിലിറ്റീസ് ചെയ്യുന്ന, പ്രത്യേകിച്ച് പെൺകുട്ടികൾക്ക് ഡ്രൈവിംഗ് ലൈസൻസ് പോലുള്ള കാര്യങ്ങൾ പോലും ഓഫർ ചെയ്യുന്ന സൗദിയെ പോലെ, സൗദിയാണ് ഇസ്ലാം മതത്തിന്റെ ഒറിജിൻ, അവിടം പോലും മാറ്റങ്ങൾ വരുമ്പോൾ ഇങ്ങ് ഇത്രയധികം മോഡേണിസമുള്ള, ഇത്രയധികം ഡെവലപ്മെന്റ്സ് ഒക്കെ വന്ന നമ്മൾ ഏറ്റവും കൂടുതൽ സാക്ഷരരെന്ന് ഏറ്റവും പ്രൗഡ് ഫീലിംഗിൽ ഇരുന്ന് പറയണ നമ്മൾ താലിബാനിലേക്ക് നടന്നു കിടക്കുകയാണ്. താലിബാന്റെ മറ്റൊരു വേർഷനാണ് ഇവിടുത്തെ കോയകളെന്ന് ഈ ഒരു ഒറ്റ കാര്യത്തിൽ തന്നെ മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ കുറേ അധികം കുട്ടികൾ വീട്ടിൽ ചുമ്മാ ഇരിക്കുന്ന പെണ്ണുങ്ങൾ, പ്രത്യേകിച്ച് പെണ്ണുങ്ങളെ ജോലിക്ക് വിടുന്ന ഒരു ഷെയിമായിട്ട് ഫീൽ ചെയ്യുന്ന ഒരു പറ്റം ആൾക്കാരാണ് ഈ കോയകൾ. അവർ കുട്ടികളെ ജോലിക്ക് വിടത്തില്ല. നാസർ വാണ നമ്പർ 1 താലിബാനി തീവ്രവാദി, കേരള മുഖമാണ്. സത്യം സത്യം. ഞാനിവിടെ ഉണ്ട്. സൽമി ജോജൻ ഹായ്. മിനി ബറൂൺ യാം ഫൈൻ ഫൈൻ. രഞ്ജി ഹായ്. അപ്പോൾ ഈ ഒരു വിഷയത്തിലാണ് നമ്മുടെ ആൻസിഫ് എടുത്തു വെച്ചിട്ട് ഇയാളെ തിരിച്ച് മറുപടി ഉണ്ട്. അത് ആപ്റ്റായ മറുപടിയാണ്. നൺ ഓഫ് എനിബഡി ഈസ് കൺസേൺ. ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് നീതിയുക്തമല്ലാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. ചിന്തിക്കുന്നവന് മാത്രമേ മനസ്സിലാവുള്ളൂ. ചിന്തയില്ലാത്തവനിക്ക് അത് മനസ്സിലാകത്തില്ല. മനസ്സിലായോ? ഷഹായ് ഷാജു, ചിന്തയില്ലാത്തവനിക്ക് അത് മനസ്സിലാകത്തില്ല. അവൻ ഇതുപോലെ ഓരോ വിടുവായത്തരങ്ങളും വിഡ്ഢിത്തങ്ങളും പുലമ്പിക്കൊണ്ടേയിരിക്കും. യഥാർത്ഥത്തിൽ ഈ പറയുന്ന ഇസ്ലാം മുന്നോട്ട് വയ്ക്കുന്ന യാതൊരു ഗോത്രീയതയും ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്ക് ഫോളോ അപ്പ് ചെയ്യാൻ ഒക്കത്തില്ല. നമ്പർ വൺ ഈ പറയുന്ന പലിശ കൊടുക്കുന്നതും വാങ്ങുന്നതും മാതൃഭോഗത്തിന് തുല്യമാണെന്ന് പറയുന്ന ഒരു മതമാണ് ഇസ്ലാം മതം. ഇന്ന് പലിശ ഇല്ലാതെ നമ്മളെ കൊണ്ട് എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ പറ്റും. ബാങ്കിലേക്ക് പൈസ ഇട്ട് പലിശ എടുക്കുന്നുണ്ട്. ഒരു വണ്ടി നമ്മൾ ലോണിലെടുത്തു കഴിഞ്ഞാൽ അവിടെ പലിശയാണ്, കൊടുക്കുകയാണ് അല്ലെങ്കിൽ വാങ്ങുകയാണ്. വൺ ഓർ അനദർ മീൻസ് നമ്മൾ ഇതിനകത്ത് ഇൻവോൾവ്ഡ് ആണ്. അപ്പോൾ ആ ഒരു കാര്യം തന്നെ എടുത്ത് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. അന്നത്തെ കാലഘട്ടത്തിലുള്ള ഒരു നിയമങ്ങളും സിദ്ധാന്തങ്ങളും ഇന്നത്തെ കാലഘട്ടത്തിൽ പ്രോബ്ലം അല്ല. അന്നത്തെ കാലഘട്ടത്തിൽ മഹർ കൊടുത്താണ് കെട്ടേണ്ടത്. പെണ്ണിനൊരു പ്രസ്തുത എമൗണ്ട് കൊടുത്ത് വേണം ചെറുക്കൻ കെട്ടാൻ. എൻ്റെ കാരണം മറ്റൊന്നാണ്. അതായത് ഈ അഴിഞ്ഞു കൂത്താടി നടക്കുന്ന ആണുങ്ങൾക്ക് പണമുണ്ടെങ്കിലേ വിവാഹം കഴിക്കാൻ പറ്റൂ എന്നുള്ളൊരു സിസ്റ്റമാണ് അങ്ങേര് കൊണ്ടുവന്നത്. അതിനെ വക്രീകരിച്ചിരുന്നപ്പോൾ സ്ത്രീധനം കൊടുക്കുന്നതായിട്ടൊരു മഹർ എന്ന് പറയുമ്പോൾ 101 രൂപയും ഒരു കൊച്ചു ചെയിനും കൊണ്ടുവന്ന് ഇട്ട് കൊടുത്തിട്ട് ശരി ഓക്കെ എന്ന് പറയും. ഇതിൻ്റെ ട്രാൻസ്മിഷൻ കട്ടാവുന്നടേ. യൂട്യൂബ് മുഖൻ നരപ്പൻ നസീർ. ഓക്കെ, അപ്പോൾ അതാണ് ശരിക്കും പറഞ്ഞാൽ ഇസ്ലാം മതം മുന്നോട്ട് വയ്ക്കുന്ന കുറച്ച് കാര്യങ്ങൾ. ഈ ഇസ്ലാം മതം മുന്നോട്ട് വയ്ക്കുന്ന കാര്യങ്ങൾ ഫോളോ അപ്പ് ചെയ്യാൻ ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരാളെ കൊണ്ടും പറ്റത്തില്ല. നുണ പറയാൻ പാടില്ലെന്ന് പറയും, മലക്ക് ഇരുന്ന് എഴുതിയെടുക്കും, അങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ട്. ഇപ്പം ഇതൊക്കെ തന്നെ തീർച്ചയായിട്ടും ഒരു കാരണവശാലും ഫോളോ അപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയിലല്ല ഇസ്ലാം മതം ഇപ്പോഴുള്ളത്. അത് ആ പയ്യൻ പറയുന്നത് കൃത്യമാണ്. പിന്നെ ദുബായ് ഷെയ്ഖിൻ്റെ മകൾ ഷെയ്ഖ, ഇപ്പോൾ കല്യാണം കഴിഞ്ഞ പെണ്ണ്, അവൾക്ക് എത്ര പട്ടികളുണ്ടെന്നറിയാം. അവൾ വീട്ടിൽ വളർത്തുന്നുണ്ട് പട്ടികളെ. അപ്പോൾ പട്ടി ഹറാം ആണ് എന്ന് പറയുന്നതിനോട് ഒരു കാരണവശാലും യോജിക്കാനാകത്തില്ല.
വാസ്തവത്തിൽ ഇതൊക്കെ തന്നെ കുറെ കുണ്ടനായിട്ടുള്ള ഇസ്ലാം മതവിഭാഗത്തിൽപ്പെടുന്ന പണ്ഡിത സിറോമണികൾക്ക് വേണ്ടിയിട്ടുണ്ടാക്കിയെടുത്ത ഒരു ഗുണാഫിക്കേഷൻ മാത്രമാണ്. ഇന്നത്തെ ആധുനിക കാലഘട്ടത്തിൽ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. ചേച്ചി ലസിത പാലക്കലിൻ്റെ വീഡിയോ കണ്ടായിരുന്നു? ഇല്ലമല, ഞാൻ കണ്ടില്ല, നോക്കാം. അപ്പോൾ ഈ പറയുന്ന രീതിയിൽ പടുമോശമായി വൃത്തികെട്ട രീതിയിൽ ഇസ്ലാമിനെ വളച്ച് വക്രീകരിച്ചു കൊണ്ടുവരുന്നത് പണ്ഡിതന്മാർക്ക് അവരവരുടെ പോക്കറ്റ് നിറയ്ക്കാനും അല്ലെ അവരവരുടെ സ്വാർത്ഥ ലാഭത്തിനും വേണ്ടിയിട്ടാണ്. അത് കൃത്യമായി തെളിഞ്ഞതാണ്. ഇതിൽ പെൺകുട്ടികൾക്ക് വിവരം വെച്ച് കഴിഞ്ഞാൽ അടുത്ത ജനറേഷൻ ഈ മതത്തിൽ നിന്ന് സ്ലോലി ദേ വിൽ റിമൂവ്. പിന്നെ പെണ്ണുങ്ങൾക്ക് അതിനകത്ത് കൊടുക്കുന്ന മൂല്യം എന്താണെന്ന് നിങ്ങൾക്ക് അറിയത്തില്ലേ? പെണ്ണുങ്ങളെ രണ്ടാം തരമായിട്ട് തന്നെയാണ് അവർ കണക്കാക്കുന്നത്. അവർക്ക് സ്വാതന്ത്ര്യമില്ല, അവർക്ക് സ്വത്വബോധം പാടില്ല, അവർ യാതൊരു രീതിയിലും മോശമായി നല്ല കാര്യങ്ങൾ ചിന്തിക്കാൻ പാടില്ല. അവർ ഓൺലി മേക്കിംഗ് മെഷീൻസ് ആണ്. കുട്ടികളെ ഉണ്ടാക്കുക എന്നുള്ളതാണ് അവരുടെ ജോലി. കുട്ടികളെ ഉണ്ടാക്കുക, ഭർത്താവിന് വേണ്ടിയിട്ട് ജീവിച്ച് മരിക്കുക, മരണശേഷവും സ്വർഗത്തിൽ ഭർത്താവിന് കൂട്ടിക്കൊടുക്കാനായി തയ്യാറെടുക്കുക എന്നതാണ് സ്ത്രീകൾക്ക് വേണ്ടി അവർ കണ്ടെത്തിയിരിക്കുന്നത്. സ്ത്രീകൾ ഉറച്ച് സംസാരിക്കാൻ പാടില്ല, ഒച്ചത്തിൽ സംസാരിക്കാൻ പാടില്ല, ചിരിക്കാൻ പാടില്ല, സംസാരിക്കാൻ പാടില്ല, നടക്കാൻ പാടില്ല, മുഖം കാണിക്കാൻ പാടില്ല, ഒന്നും പാടില്ല. ഒരു പാടില്ലായുടെ കുറേയധികം പാടില്ലകളുടെ ഒരു ഘോഷയാത്രയാണ് സ്ത്രീകൾക്ക് വേണ്ടി അവർ വെച്ചിരിക്കുന്നത്. അപ്പോൾ പെൺകുട്ടികളെ കൊണ്ടുവന്ന് അവരുടെ ഭർത്താവ്, ഇപ്പോൾ ഹസ്ബൻഡ് എന്ന് അറിയപ്പെടുന്ന ആൾ അല്ലെങ്കിൽ പുള്ളിക്കാരത്തിയുടെ ഹസ്ബൻഡ്, അവർ തന്നെ മുന്നോട്ട് വന്നിട്ട് നിങ്ങൾ മുൻപോട്ട് വരണം, മുൻധാരയിലേക്ക് വരണം, എൻ്റെ അമ്മ അനുഭവിച്ച ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും എൻ്റെ ഭാര്യയായ നീ അനുഭവിക്കരുത്, എനിക്ക് അത്രേ ചെയ്യാൻ പറ്റൂ സമൂഹത്തിനോട് എന്ന തിരിച്ചറിവുകൊണ്ട് പല ആൺകുട്ടികളും സ്ത്രീകൾക്ക്, പ്രത്യേകിച്ച് അവരുടെ ഭാര്യമാർക്ക് ഇത്തിരി അത്യാവശ്യത്തിൽ കൂടുതൽ ഫ്രീഡം കൊടുക്കുന്നു. ഫ്രീഡം ആരും കൊടുക്കേണ്ടതല്ല, അതൊക്കെ നമ്മുടെ വാദം. പക്ഷെ അതിനകത്ത് കാലമായിട്ടില്ല, കാലം കെട്ട കാലത്ത് ജീവിക്കുന്ന നമുക്ക് അങ്ങനെയൊന്നും വാദിക്കാനൊക്കത്തില്ല. അപ്പം ഇൻ ഷോർട്ട് അങ്ങനെ കുറച്ച് ഫ്രീഡം പെണ്ണുങ്ങൾക്ക് കിട്ടി തുടങ്ങിയപ്പോൾ കുരു പൊട്ടി തുടങ്ങിയത് കോക്കാമാർക്കാണ്, കാക്കാമാർക്കാണ്, പ്രത്യേകിച്ച് ആ മുണിക്കൂട്ടത്തിനാണ്. ചേച്ചിയുടെ വോയിസ് വെച്ച് ലസീത പലക്കൽ വീഡിയോ ചെയ്തു. എന്തിന് ഞാൻ ആ കൊച്ചിനെ എന്തിനു പറഞ്ഞു? ഞാൻ ആ കുട്ടീനെ ഒന്നും പറഞ്ഞിട്ടില്ല, വെറുതെ എന്നെ പിടിച്ചിട്ടായിരുന്നു. ചേച്ചി ആണ് എൻ്റെ ഹീറോ, ഞാൻ ഹീറോയിനാണ് മോളെ, ഹീറോയിൻ. അപ്പോൾ നമുക്ക് ഈ അൻഷിഫിനെ എഗൻസ്റ്റ് ആയിട്ട് അൻഷിഫ് മൂണിക്കൽ എന്നാണ്, അയാൾക്കെതിരായിട്ട് ഒരു കോയ വന്നിട്ടുണ്ട്. വളരെ ഗൗരവമേറിയ ഒരു വിഷയമാണ് ഞാൻ നിങ്ങളോട് പങ്കുവെക്കുന്നത്. നമ്മുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് കാത്തുവെക്കുക. എടാ കോയ, പെണ്ണിനും ആണിനും ഒരേ മതമല്ലേടാ, പിന്നെ നിനക്ക് ഇതൊക്കെ കാണിച്ച് സബ്സ്ക്രൈബ് ചെയ്ത് ഊക്കാവല്ലേ? അന്റെ തിരുമോന്ത വന്നിങ്ങനെ വീഡിയോയിൽ കാണിക്കാമോ? പണ്ടൊക്കെ നമ്മുടെയൊക്കെ ചെറുപ്പകാലത്ത് മാമുക്കോയ പറഞ്ഞ നിങ്ങൾക്ക് ഓർമ്മയുണ്ട? നമ്മുടെയൊക്കെ ചെറുപ്പകാലത്ത് അങ്ങനെ തന്നെയായിരുന്നു. ഫോട്ടോ എടുക്കാൻ സമ്മതിക്കത്തില്ല. 3 മാസം കഴിയുന്ന കൊച്ചിന്റെ ഫോട്ടോ എടുക്കുക, അതും ഹസ്ബൻഡ് ഗൾഫിലാണെങ്കിൽ മുക്കി മൂളി പേരൻസ് സമ്മതിക്കുക, അന്ന് എടുത്തോന്നു. ഫോട്ടോ എടുക്കാൻ സമ്മതിക്കത്തില്ല. പാസ്പോർട്ടിന് ഫോട്ടോ എടുക്കാത്ത കോയാമാരുണ്ട്, അറിയാമോ? അവസാനം ഹജ്ജിന് പോകണമെന്ന് വന്നപ്പോൾ പാസ്പോർട്ടിന് ഫോട്ടോ വേണം എന്നാ ആയിക്കോട്ടെ എന്ന്. ഇന്നും കോഴിക്കോട്ട്, കണ്ണൂർ, കാസർഗോഡ് ഉള്ളതിൻ്റെയൊക്കെ ഫോട്ടോകൾ കണ്ടാൽ കണ്ണ് മാത്രമേ തിരിയുള്ളൂ. ഇതിനൊക്കെ പെർമിഷൻ കൊടുക്കുന്നതിന് അട്ടി പറ്റിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. പറയുന്ന വിഷയത്തിന്റെ ഒരു 2-3 ദിവസങ്ങളിലേക്ക് ഞാൻ വീഡിയോ ചെയ്തതാണ്. പറഞ്ഞത് മുസ്ലിങ്ങളിലെ ഫാമിലി ബ്ലോഗേഴ്സിനെ പറ്റിയാണ്. ഞാൻ ഇസ്ലാമിനെ പ്രതിനിധാനം ചെയ്യുന്നു എന്നതിന്റെ പേരിൽ എനിക്ക് കൃത്യമായ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ വീഡിയോ ചെയ്തത്. നമ്മുടെ മുസ്ലിം ബ്ലോഗേഴ്സിൽ അടുത്ത് കുറച്ച് ദിവസങ്ങളിൽ വിവാദം നടന്നുകൊണ്ടിരിക്കുകയാണ്. വിശദമായിട്ട് പരിശോധിച്ച് നോക്കിയപ്പോൾ അൻഷിഫ് മൂണിക്കൽ എന്ന് പറയുന്ന യൂട്യൂബർ, അദ്ദേഹത്തിനെ വിമർശിച്ചുകൊണ്ട്, അദ്ദേഹത്തിന് മാത്രമല്ല പലരെയും വിമർശിച്ചുകൊണ്ട് നസീർ വാരം എന്ന് പറയുന്ന മറ്റൊരു യൂട്യൂബർ രംഗത്ത് വരികയുണ്ടായി. അപ്പോൾ നസീർ വാരം പറയുന്നത് എന്താണ് എന്നൊക്കെ ശ്രദ്ധിച്ചു കേട്ടു, ഇവർ പറയുന്നത് എന്താണ് ഇതൊക്കെ ശ്രദ്ധിച്ചു കേട്ടു. അപ്പോൾ ഇവിടെ ഇസ്ലാമിക പണ്ഡിതന്മാരൊക്കെ കൈകാര്യം ചെയ്യേണ്ടതായ കാര്യങ്ങൾ നസീർ വാരം വളരെ മനോഹരമായിട്ട് തന്നെ അത് അവതരിപ്പിക്കുന്നു. ചിലപ്പോഴൊക്കെ പാളിച്ചുകൾ സംഭവിക്കാറുണ്ട്, തെറ്റുകൾ സംഭവിക്കാറുണ്ട് നസീർ വാരം ഒരു പണ്ഡിതനല്ല, എന്നാലും അഭിനന്ദനാർഹമായ കാര്യമാണ് അദ്ദേഹം നിർവഹിച്ചു കൊണ്ടിരിക്കുന്നത്. നസീർ വാണം എന്നെ കാണുന്നുണ്ടെങ്കിൽ നസീർ വാണം ഈ അഭിനന്ദനാർഹമായ ഒരു കാര്യം ഈ മൊട്ടക്കോയയുടെ തലമണ്ടക്കിട്ടൊന്ന് കൊടുക്കാൻ പറ്റുമോ? ഇവന്റെ ഉമ്മായെയും ഇവന്റെ പെണ്ണുമ്പുളയെയും ഇവന്റെ മകളെയും തള്ളക്കി വിളിക്കാൻ പറ്റുമോ നസീർ വാണത്തിന്? നസീർ വാണം പറയുന്നതനുസരിച്ചിട്ടാണെങ്കിൽ, അല്ലെങ്കിൽ ആരെങ്കിലും മതി, ഏതെങ്കിലും ഒരു പുരുഷൻ മതി, എടുത്തു വെച്ചിട്ട് ഇവന്റെ അമ്മയ്ക്കും ഇവന്റെ തള്ളയ്ക്കും ഇവന്റെ വീട്ടിലുള്ള എല്ലാ സ്ത്രീകളെയും ബേസി എന്നും വ്യഭിചാരി എന്നും കക്കൂസ് എന്നൊന്നും വിളിക്കാൻ പറ്റുമോ? നല്ല പരിപാടിയല്ലേ? നസീർ വാണം അതാ ചെയ്യുന്നേ. രസീദയും ചേച്ചിയുമായിട്ട് എന്താണ് പ്രശ്നം? ഞാൻ രസീദയായിട്ട് ഒരു പ്രശ്നവും ഇല്ല, എനിക്കറിയത്തില്ല. രസീദയായിട്ട് എനിക്കെന്ത് പ്രശ്നം? ഐ ഡോണ്ട് നോ.
ഈ പറയുന്ന രീതിയിൽ അമല ഒന്നുകിൽ കൃത്യമായി നിങ്ങൾ വന്ന് കാര്യം പറയുക. എന്തോ കണ്ടിട്ട് ഇവിടെ വന്നിടുന്ന എക്സ്പ്ലനേഷൻ ചോദിച്ചാൽ ഐ ഹാവ് നോ എക്സ്പ്ലനേഷൻ. ആദ്യമേ ഞാൻ പറഞ്ഞു കഴിഞ്ഞു, ലസീദയും ഞാനും തമ്മിൽ നാളിതുവരെ പ്രോബ്ലം ഇല്ല. ഇനി പുതിയ എന്തെങ്കിലും പ്രോബ്ലം ആ കൊച്ചിനുണ്ടെങ്കിൽ ഐ ഡോണ്ട് നോ, ഐ എം നോട്ട് അവെയർ അബൌട്ട് ഇറ്റ്. ബോട്ടം ലൈൻ, അണ്ടർലൈൻ, അതിൻ്റെ താഴേക്ക് ഇനി എഴുതരുത്. എഴുതിയാൽ കൃത്യമായി ഡീറ്റെയിൽ എഴുതിയിരുന്നു. ഓക്കെ. ഹാക്കർ വന്നു, അവന് നിങ്ങളെപ്പറ്റി എന്തോ പറയാനുണ്ടെന്ന്. പുതിയ ചാനലാണോ അതോ ചെറിയ ചാനൽ തന്നെയാണോ? അല്ല, ചാനൽ ഏതാണെന്ന് നോക്കിയായിരുന്നോ ലീഷ്മി? പുതിയ ചാനലാണോ പഴയ ചാനലാണോ? അപ്പം ഈ മൊട്ട പറയുന്നത് നസീർ ചെയ്യുന്നത് ഇസ്ലാമികപരമായി ശരിയാണെന്ന്. ഇസ്ലാമികപരമായി സ്ത്രീകളെ വേശ എന്നും മറ്റും വിളിക്കുന്നത് ശരിയാണോ എന്നാണ് എൻ്റെ ചോദ്യം. അല്ല മുറിക്കോയ, അറിയാത്തോണ്ട് ചോദിക്കുന്നതാണ്. അനക്ക് അവൻ പറഞ്ഞത് ശരിയാണെന്ന് തോന്നിയാൽ എൻ്റെ പെണ്ണുമ്പിള്ള കക്കൂസ് എന്ന് ഞാൻ വിളിക്കുന്നു. അനക്ക് എന്നെയും കൂടെ ശരിയെന്ന് പറഞ്ഞൂടെ? എൻ്റെ പെണ്ണുമ്പിളയും എൻ്റെ ഉമ്മച്ചിയും എൻ്റെ വീട്ടിലെ എല്ലാ പെണ്ണുങ്ങളും കക്കൂസ് കുഴികൾ എന്ന് ഞാൻ പറയുന്നു. ഓക്കെ ആണോ? പെൺകുട്ടികളെ പറ്റി പടുമോശമായിട്ട് പറയണ, മഹാ അപരാധം പറയണ അവൻ എന്താടി? എന്താന്ന്? വാ പടുമോശം പറയണ ആ പട്ടുകുട്ടപ്പൻ അവൻ ശരിയാണെന്നാണ് പറയണത്. അൻഷീഫ് റോങ് ആണെന്ന്. അൻഷീഫ് പറഞ്ഞത് ഈ പറയുന്ന നാസീർ വാണത്തിന്റെ ഭാര്യ ഏതോ ഒരു ഹോട്ടലിലോ മറ്റോ വെച്ച് പിടിച്ച കേസ് കെട്ടാണെന്നോ എന്തൊക്കെയോ ആ പയ്യൻ വിത്ത് എവിഡൻസുമായിട്ട് കൊണ്ടിടുന്നു. സത്യമുണ്ടോ ഇല്ലയോന്നൊന്നും എനിക്കറിയത്തില്ല, ഞാൻ കണ്ടിട്ടില്ല. പക്ഷേ നോവണമല്ലോ, മറ്റുള്ളവരുടെ ഭാര്യമാരെ പറ്റി വ്യഭിചാര സന്തതികളെന്നും വേശകളെന്നും ഒക്കെ പറയുമ്പോൾ 100% തിരിച്ചു കിട്ടണം എന്നുള്ളതല്ലേ? അത് നോക്കിയില്ല, കണ്ടു. അപ്പോൾ ചേച്ചിയെ ഇൻഫോം ചെയ്തു. നസീർ വാണം നല്ല അസൽ കറതീർന്ന മത തീവ്രവാദിയാണ്. എത്ര മിളയച്ചമായാണ് അവൻ സോഷ്യൽ മീഡിയ സ്ത്രീകളെ അവഹേളിക്കുന്നത്. അത് ഓക്കെ ആണെന്നാണ് ഈ കോയ പറയുന്നത്, ഈ തൊപ്പിക്കോയ പറയുന്നത്. പണ്ഡിതനല്ല, എന്നാലും അഭിനന്ദനാർഹമായ കാര്യമാണ് അദ്ദേഹം നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോ അൻഷിഫ് മോണിക്കൽ എന്ന് പറയുന്ന യൂട്യൂബർ 2 ദിവസം മുമ്പ് 55 മിനിറ്റുള്ള വീഡിയോ നസീർ ചെയ്തിരിക്കണം. വിശദമായി കേട്ട് നോക്കിയപ്പോൾ വളരെ മോശമായ വാക്കുകൾ ഉപയോഗിച്ചു. ഓ, നസീർ വാണം പറഞ്ഞത് പിന്നെ കാത്തില മയ്യത്തൂന അൽ ഭത്തലൂന അൽ കൊണക്കലൂന എന്നായിരിക്കും അല്ലേടാ? കൊണച്ച ഉസ്താദെ അങ്ങനെയായിരിക്കും പറഞ്ഞത് അല്ലേ? അൽ കൊനക്കലൂന എന്നായിരിക്കും നച്ചീർ പറഞ്ഞത്. അൻഷിപ്പ് പറഞ്ഞത് എന്തൊരു കുഴപ്പമാണ്. അയാളെ ഭാര്യയെ അടുത്തിരുത്തിക്കൊണ്ട് കൃത്യമായി എവിഡൻസ് ഉൾപ്പെടെ പറഞ്ഞത്. അരനിക്കർ ഇട്ടുകൊണ്ട് തുള്ളുന്ന നസീറിന്റെ പൊയ്മുഖം തുറന്നു കാണിക്കുന്നുണ്ട്. പെണ്ണുമ്പിളയെ കൊണ്ടുവന്ന് സോഷ്യൽ മീഡിയയിൽ കൂടെ റീച്ച് നേടിയിട്ടുള്ള അവനെ പറ്റി പക്കായിട്ട് ഇനി ഒരു തെളിവ് മാറ്റി വെക്കാനില്ലാത്ത വണ്ണം കൃത്യമായി ആ പയ്യൻ എടുത്തു വെച്ച് വിളമ്പുന്നുണ്ട്. അവൻ കുഴപ്പം, ഇവൻ നല്ലവൻ. എന്താ കഥ? ഉമ്മാനെയും ഭാര്യയെയും വളരെ മോശമായി ചിത്രീകരിച്ചുകൊണ്ട് അൻഷിഫ് മോണിക്കൽ രംഗത്ത് വന്നു. അത് മാത്രമല്ല, പല കാര്യങ്ങളും പറയുന്നുണ്ട് ഇതിൽ. അൻഷിഫ് മോണിക്കൽ, പ്രിയപ്പെട്ട അൻഷിഫ് മോണിക്കൽ, എനിക്ക് നിങ്ങളെ അറിയില്ല, നസീർ വാരത്തിനെയും അറിയില്ല. പറയാനുള്ളത് ഇത്ര മാത്രം: നിങ്ങൾ പറഞ്ഞ വാക്കുകൾ അത് വളരെ ഗൗരവമേറിയതാണ്. നിങ്ങൾ ഉപയോഗിച്ച പ്രയോഗങ്ങൾ അത് വളരെ വളരെ അത് ശരിയാ. ഇതൊക്കെ നീ പറയേണ്ടത് അൻസീഫിനോടല്ല, നസീറിനോടാണ്. അവൻ്റെ കൂടെ പറ. അവൻ പറഞ്ഞ വാക്കുകൾ അതിതീവ്രവും ഗുരുതരവുമായ ആരോപണങ്ങളാണ്. അശില മാലിക്ക് ചുണയില്ലായിട്ടാണ്, അതൊരു പേടിച്ചൂറി പെണ്ണായതുകൊണ്ടാണ്. ഞാനെങ്ങാണായിരുന്നെങ്കിൽ ഇവനെ നെറ്റി അടി കൊടുത്തേനെ നാലാലവലാതിക്ക്. വീട്ടിൽ കയറി തല്ലേണ്ട കേസാണ് അവനൊക്കെ. വീട്ടിൽ കയറി അടിച്ചു പൊട്ടിക്കേണ്ട കേസുകളാണിത്. ഇപ്പോഴും ഞാൻ പറയുന്നു, ഒരു കൈ തരാമെങ്കിൽ അസ്ല ഇവൻ്റെ കാര്യത്തിൽ ഞാനൊരു തീരുമാനമാക്കി തരാം. നസീർ നീ നാക്കെടുക്കൂല, അങ്ങനെ ആക്കി തരാം. പക്ഷെ കൈ തരണം, നല്ല പറ്റൂ. ശിക്ഷാർഹമായ, അതായത് വളരെ മോശമായതും പറയാൻ പാടില്ലാത്തതുമായ പരാമർശങ്ങളാണ് നിങ്ങൾ ചെയ്തിരിക്കുന്നത്, പറഞ്ഞിരിക്കുന്നത്. ഭാര്യയെയും ഉമ്മയെയും വളരെ മോശമായി ചിത്രീകരിക്കുക എന്ന് പറയുമ്പോൾ അതിന്റെ ഗൗരവം അറിയാത്തതുകൊണ്ടാണോ ഇങ്ങനെ പറഞ്ഞത്, അല്ലെങ്കിൽ ദേഷ്യത്തിന്റെ പേരിലാണോ എന്നുള്ളതൊന്നും അറിയില്ല. നിങ്ങൾ അദ്ദേഹം പറയുന്നത് കാര്യത്തിൽ മറുപടി കൊടുക്കുക. അദ്ദേഹം പറയുന്നത്, നസീർ വാരം പറയുന്നത്, നിങ്ങൾ നിങ്ങളുടെ ഭാര്യയെ പ്രദർശിപ്പിച്ചുകൊണ്ട് യൂട്യൂബിൽ വീഡിയോ ചെയ്യുന്നു. പ്രദർശിപ്പിക്കുക തന്നെയല്ലേ ചെയ്യുന്നത്? അതെന്താ പെണ്ണുങ്ങൾക്ക് യൂട്യൂബിൽ വരാൻ പറ്റില്ലേ? പെണ്ണുങ്ങൾ മനുഷ്യരല്ലേ? നിനക്ക് വന്നിങ്ങനെ ഇരുന്ന് ഉണക്കാമെങ്കിൽ പെണ്ണുങ്ങൾക്ക് വന്നിരുന്ന് സംസാരിക്കാം. അതെന്താ പറ്റാത്തേ? പെണ്ണുങ്ങൾക്ക് എന്താടാ കുഴപ്പം? എടാ മുറിക്കോയ, സത്യം പറഞ്ഞാൽ നമ്മുടെ നിയമം വെറും പൊട്ട സാധനമാണ്. സത്യമായിട്ട് വെറും പൊട്ട സാധനമാണ്. ഇങ്ങനെ കുറെ വാണക്കുറ്റികൾ വന്നിരുന്ന് സ്ത്രീകളെ അവഹേളിക്കുന്നത് കേട്ടിട്ട് സൈലന്റ് ആയിട്ടിരിക്കണം, സ്വമേധയെ കേസെടുക്കാൻ. എന്തിനാണ് നമുക്കൊരു വിമൻസ് കമ്മീഷൻ?
എന്തിനാണ് നമുക്കൊരു വിമൻസ് കമ്മീഷൻ എന്ന് എനിക്കറിയാൻ വയ്യ. ഇങ്ങനെ ചെകുത്താന്മാര് നിരന്തരമായി സ്ത്രീകളെ വെച്ച് അറുമാതിച്ച് വിടുന്നുണ്ട്. ഒരക്ഷരം മിണ്ടാൻ ഇവറ്റുള്ളത്. എന്തിനാണ് ഇവർക്ക് ഈ പൊസിഷൻ കൊടുത്ത് അവിടെ കുത്തിയിരുത്തിയിരിക്കുന്നത്? നിരന്തരമായി ഇതുപോലെ അന്വേഷണങ്ങൾ നടത്തി സ്ത്രീകൾ അവഹേളിക്കപ്പെടുന്നുണ്ടോ, സ്ത്രീകൾക്ക് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ എന്ന് അന്വേഷിച്ച് വേണം കൊണ്ടൊരു അങ്ങോട്ട് പരാതി കൊണ്ട് കൊടുത്താൽ പോലും എടുക്കാത്ത ഒരു വൃത്തികെട്ട കമ്മീഷൻ, വനിതാ കമ്മീഷൻ, ചൊറിഞ്ഞ കമ്മീഷൻ. നല്ല തിറമയുള്ള തൻ്റെ ഇടമുള്ള നല്ല 4 പെണ്ണുങ്ങൾ അവിടെ പിടിച്ചിരുത്തുന്നതിന് പകരം കുറെ അലവലാദികളെ പിടിച്ച് അവിടെ ഇരുത്തിയിട്ട് വനിതാ കമ്മീഷൻ അത്ര. ഇതുപോലെ പച്ചപ്പോക്കൃത്തരം പറയാണ്. പെണ്ണുങ്ങളെ പ്രദർശിപ്പിച്ചെന്നാ പ്രദർശിപ്പിച്ച എന്താടാ കുഴപ്പം? പെണ്ണുങ്ങൾക്ക് എന്താടാ കുഴപ്പം? പെണ്ണുങ്ങളെ കാണുമ്പോൾ നിനക്ക് എത്ര കടിക്കുന്നത്? ഒരു ഹോള് മാത്രമേ നീ കാണുന്നുള്ളോളാ, ഒരു ഹോളെ കാണുന്നുള്ളോളാ പെണ്ണെന്ന് പറഞ്ഞാൽ. ഇവനൊക്കെ ഒരു ഹോള് മാത്രമാണ് പെണ്ണ് കയറ്റാനുള്ളൊരു സാധനം. അതിനപ്പുറം പെണ്ണെന്ന് പറയുന്നതിന് ഒരു വാല്യോ, അതിനൊരു വിലയോ, അതിനൊരു ജീവനുണ്ടെന്നോ അതിനൊരു ചിന്താശേഷി ഉണ്ടെന്നോ ഒന്നും അവന്മാർ വിചാരിക്കുന്നില്ല. പെണ്ണെന്ന് കണ്ട ഉടഞ്ഞ കുഴപ്പം. സത്യത്തെ ഈ പൗരോഹിത്യം എടുത്ത് ദൂരെ എറിയണം. ഇവിടുത്തെ സർവ്വം മദ്രസയെ അടച്ചു പൂട്ടാൻ വേണ്ട അടിയും പറ്റിക്കണം വെറ്റകൾക്ക് ഈ തോന്നിവാസം പ്രചരിപ്പിക്കുന്നതിന്. സ്ത്രീ എന്ന് വെച്ചാൽ പുഴുങ്ങി വെക്കേണ്ടത്, ഒളിച്ചു വെക്കേണ്ട സാമാനമാണ്. കേട്ട് 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 എത്ര ദൂരം കേൾക്കും. അവ എന്തെല്ലാം പൊക്കൃത്തരം, എത്രയോ കുടുംബങ്ങളെ പറ്റി പറയുന്നു, എത്രയോ കുടുംബങ്ങളെ പറ്റി പറയുന്നു. എന്നാൽ ഇവന് പശുവിനെ പറ്റി പറഞ്ഞതിനെ എടുത്തു വെച്ച് പറയാനാണ് കൊണ്ട് പറ്റുന്ന. 2 കല്യാണം കഴിച്ച് അവൻ കാണിക്കുന്ന പേക്കൂത്ത് കണ്ടില്ലേ, അതിനെപ്പറ്റി പറയണം. അത് മിണ്ടൂല. അവ അൻസിഫിനാണ് കുഴപ്പം. അൻസിഫ് ഒരു കല്യാണം കഴിച്ച് ആ പെണ്ണിനെയും കൊണ്ട്, അതാണെങ്കിൽ തലയിൽ ഇനി കണ്ണ് മാത്രമേ എൻ്റെ കാണാനുള്ളൂ, അത്രത്തോളം പൊതിഞ്ഞെട്ടിയിരിക്കുന്ന ഒരു പെൺകുട്ടി. ആ കൊച്ചിനെ പറ്റിയായി പറയണേ പ്രദർശിപ്പിച്ചത്. ഇവന്റെയൊക്കെ അണ്ണാക്കിൽ നല്ല പന്നിപ്പടക്കം വെച്ച് പൊട്ടിക്കണം. നിങ്ങൾ അടുത്തിരുത്തുന്നു, അപ്പൊ നിങ്ങളുടെ ഭാര്യ എല്ലാം ശ്രദ്ധിക്കും, നിങ്ങൾക്ക് അതുകൊണ്ട് റീച്ച് കൂടും. നിങ്ങൾ തന്റെ ഇടത്തോടെ നസീർ വാരം ചെയ്യുന്നത് പോലെ നിങ്ങൾ ചെയ്യും. ഇപ്പൊ ഞാനിതാ ഇതൊറ്റയ്ക്ക് ഇരുന്ന് സംസാരിക്കുന്നു, അതുപോലെ നിങ്ങളും ചെയ്യും. ഈ അരിശവും ഒരിക്കലും മാത്രമല്ല, എന്താണ് കുഞ്ഞാൻ പാണ്ടിക്കാട് എന്ത് വൃത്തിയിലാണ് നിങ്ങൾക്ക് കാട്ടിക്കൂട്ടുന്നത്. നിങ്ങളുടെ വീട്ടിലെ എല്ലാ സകല സംഭവങ്ങളും പുറത്ത് പറയാൻ പറ്റാത്ത പല കാര്യങ്ങളും നിങ്ങൾ യൂട്യൂബിലൂടെ പറയാറ്. പുറത്ത് പറയാൻ പറ്റാത്ത എന്ന് പറയുമ്പോൾ നിങ്ങൾ ഓരോ കാര്യങ്ങൾ എടുത്തെടുത്ത് ചോദിക്കും. ചില കാര്യങ്ങൾ മറച്ചു വെക്കേണ്ടതാണ്, ചില കാര്യങ്ങൾ പബ്ലിക്കിൽ കാണിക്കേണ്ടതല്ല, ചില കാര്യങ്ങൾ പറയേണ്ടതല്ല. അതുപോലെ കുഞ്ഞാൻ പാണ്ടിക്കാട്, അൺബോക്സിംഗ് ഡ്യൂഡ്, പിന്നെന്താണ് ഇവരൊക്കെ ചെയ്തു കൂട്ടുന്ന കാര്യങ്ങളൊക്കെ വളരെ വൃത്തികെട്ട ബ്ലോഗർമാരായി ഇവർ മാറിക്കൊണ്ടിരിക്കുകയാണ്. എന്തും വിളിച്ചു പറയാം, എന്തും ചെയ്യാം എന്നുള്ള അവസ്ഥയിലേക്ക് അവര് വൃത്തികെട്ട വ്ളോഗർ. നസീർ വേണം എന്ത് തോന്നിയാസം വിളിച്ചു പറയുന്നു. സൂപ്പർ. ഇതാണ് പുരോഹിത്യം, ഇതാണ് ഇസ്ലാമിലെ പൗരോഹിത്യം. മനസ്സിലായില്ലേ? ഇതാണ് ഉസ്തു, പെർഫെക്റ്റ് ഉസ്തു. ഇവന് പെർഫെക്റ്റ് ഉസ്തുവിന്റെ നാഷണൽ അവാർഡ് കൊടുക്കണം. ഇത്രയും നല്ല വൃത്തിയായിട്ട് വ്യാഖ്യാനം കൊണ്ടുവന്നതാണ്. എടാ നീ ഒരു കാര്യം ചെയ്ത് നിന്റെ മോളെ കെട്ടിച്ചു വിട് നാസറിന്. 3-ാം തരക്കാരിയോ 4-ാം തരക്കാരിയായിട്ട് നാസറിന് നീ കെട്ടിച്ചു വിടുറാ. എന്നിട്ട് നീ വിളി വരുവാനേന്ന് വിളി. നല്ല പരുവാവേ. നല്ല കള്ളും കുടിച്ച് പെണ്ണും പിടിച്ച് കൂത്തടിച്ച് കിടന്ന ഒരു അലവലാതിയെ നീ പിടിച്ച് കെട്ടിച്ചു കൊടു. നിന്റെ മോളെ കെട്ടിച്ചു, അല്ല നിന്റെ പെണ്ണുമ്പിളെ നീ മൊയ് ചെല്ലിയിട്ട് അവനെ കൊണ്ട് കെട്ടി. എന്നിട്ട് അവനൊന്ന് രുചി നോക്കിയിട്ട് വീണ്ടും തലാക്കുമ്പോൾ നീ വീണ്ടും കെട്ട്. അതല്ലേ ശരിയായ നടപടി? അങ്ങനെ ചെയ്യടാ. അല്ല അലവലാതി. ന്യൂസ് ആക്കറിനെ പേടിയാണല്ലേ? ഞാനൊരു കാര്യം വ്യക്തമായിട്ട് പറയാം. ഇവിടെ വന്നിട്ട് ചൊറിഞ്ഞ് എൻ്റെ വായിൽ നിന്ന് കേൾക്കാനായിട്ട് വരുന്നവർക്കുള്ള ഒരു തിരിച്ചു മറുപടിയാണ് ഞാൻ ഈ ലൈവ് സെഷൻ ചെയ്യുന്നത്. എന്നെ ഇഷ്ടപ്പെടുന്നവർക്ക് എന്നോട് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ, അവർക്ക് സജസ്റ്റ് ചെയ്യാനുണ്ടെങ്കിലുള്ള വീഡിയോ ആണ്. നീ ഇവിടെ ഇരുന്ന് കേട്ടോണ്ട് ഇപ്പോൾ. അല്ലാതെ നിങ്ങളുടെ അമ്മ ഇപ്പം ആരെ കൂടെ ഉറങ്ങുന്നു എന്നുള്ളതല്ല ഞങ്ങളുടെ ചർച്ചാ വിഷയം. നിന്റെ അമ്മയുടെ കൂടെ ന്യൂസ് ആക്കർ KUNN കയറ്റി കളിക്കുന്നുണ്ടെങ്കിൽ അത് വളരെ സന്തോഷപൂർവ്വം നീ ആസ്വദിക്കുക. വേണമെങ്കിൽ വീഡിയോ എടുത്ത് പോൺ സൈറ്റിൽ കൊണ്ടിടുക. മനസ്സിലായോ? അതൊക്കെ കൊണ്ടിട്ടിട്ട് ആസ്വദിച്ച് വായും കീറി നോക്കിക്കൊണ്ടിരുന്നാൽ മതി. എൻ്റെ അടുത്ത് വന്ന് ഈ ചൊറിഞ്ഞ വർത്തമാനം പറയാതിരിക്കുക. അയ്യോ എനിക്ക് ഭയങ്കര പേടിയാണ്, എനിക്ക് എല്ലാവരെയും പേടിയാണ്, പോരെ ഞാൻ പേടിച്ച് തൂറി സമ്മതിച്ചു തന്നാൽ പോരെ. ഇനി നിങ്ങൾ കൊണ്ടുവന്ന് വയ്ക്കുന്ന എല്ലാ കുറ്റച്ചാട്ടും ഞാൻ അങ്ങ് അക്സെപ്റ്റ് ചെയ്തു. പക്ഷെ ഷെഫീന ഇപ്പോഴും നിലനിൽക്കുന്നത് നിൽക്കേണ്ട സ്പേസിൽ തന്നെ നിൽക്കുന്നുണ്ടെന്നുള്ളത് ഓർത്തോണം. തന്തയില്ലായ്മ ഒരു കുറ്റമല്ല, പക്ഷെ അതൊരു അലങ്കാരമായിട്ട് കൊണ്ടു നടക്കരുത്. മനസ്സിലായ? സ്വന്തം അഡ്രസ്സിൽ ഫോൺ നമ്പർ ഉൾപ്പെടെ മെൻഷൻ ചെയ്ത് ഷെഫീനയോട് സംവദിക്കാൻ താല്പര്യമുള്ളവർക്ക് കോണ്ടാക്ട് മീ, ഐ വിൽ കം ഇൻ ഫ്രണ്ട് ഓഫ് യു ആൻഡ് ഐ വിൽ ടോക്ക് ടു യു. അത്രയും തന്തയില്ലായ്മയുള്ള നിന്റെ അടുത്തൊക്കെ മറുപടി ഷെഫീനത്ത് പറയത്തില്ല. മനസ്സിലായില്ല? നിന്റെ തള്ളയെ പോലെ കൾച്ചർലെസ് മറ്റേ ആ മോള്, അതായത് പഞ്ചായത്ത് പടക്ക കേസുകളെടുത്ത് ഷെഫീനക്കൊന്നും പറയാനില്ല. പഞ്ചായത്ത് പടക്കങ്ങൾ മക്കളെ പെറ്റുവിട്ടിരിക്കുന്ന ഇതുപോലെ കൊണയടിക്കാനാണ്. ആ കൊണയ്ക്ക് ഷെഫീന അടുത്ത് മറുപടിയില്ല. മനസ്സിലായോടാ? ധൈര്യമുണ്ടെങ്കിൽ നേരിട്ട് വാ. നേർക്ക് നേർ മോദിപ്പാരി പോ. പഞ്ചായത്ത് വാണത്തിന്റെ മോനെ ചെല്ലു. അപ്പൊ ഇനി ഇവിടെ വന്നിട്ട് കൊണയടിക്കാനായിട്ടും ആ ചോദ്യങ്ങൾ ചോദിക്കാനായിട്ട് വന്നാൽ എനിക്ക് നേരത്തെ പറഞ്ഞത് തന്നെ റിപ്പീറ്റ് ചെയ്യേണ്ടി വരും. ദാറ്റ് സെയിം തിങ്. ഐ ഡോണ്ട് വാണ്ട് ടു വേസ്റ്റ് മൈ ടൈം. ഓക്കെ? അസ്ലം ഓവറാണ്.
ജട്ടിയിൽ അടയാളമുണ്ടെന്ന് അവളെ ജട്ടിയിൽ അടയാളമുള്ള ആരെങ്കിലും അറിയിക്കണേ. അതൊന്നും ഓവറല്ല, അതൊക്കെ ഒരു കോമൺ ഫാക്റ്റ് അല്ലേ. അത് കേട്ടാൽ ഇപ്പം എന്താ കുഴപ്പം? ഞാൻ ജുംചുക്ക എന്നുള്ളത് ഓവറായിരുന്നു, അത് ഞാൻ സമ്മതിച്ചു. പക്ഷെ ബാക്കി ഇതൊക്കെ ജെന്യൂനായ ഒരു സംഗതി തന്നെയാണ്. അത് ആളുകൾ അറിയട്ടെ. ഇനിയിപ്പോൾ എന്താ പ്രശ്നം? ഈ നാസർ ക്ലബ് ഹൗസിലുള്ള നാസർ തന്നെയാണോ? അല്ലല്ല, ഇവൻ വെറും ഒരു വാണകുറ്റി. ഇവൻ ക്ലബ് ഹൗസിൽ ഇതൊന്നുമല്ല. എനിക്കതല്ല, ഈ പറയുന്ന ഉസ്താദ് എന്ന് പറയുന്ന യൂട്യൂബറിന്റെ ആ ഒരു 55 മിനിറ്റിലെ വീഡിയോ കണ്ടപ്പോ ഇത്രമാത്രം വൃത്തികേടുകളും. പോടാ നാറി, തക്കാളി മോനെ, നാറി, അലവലാതി. നീ ഉസ്താദാണോടാ? നീ ഇസ്ലാം മതത്തിനെ അപമാനമാണ്. ഇതാരെയാണെന്നോ ആ വോയിസ് കൃത്യമായിട്ട് മനസ്സിലാക്കുന്ന തൂറി നാറിക്ക് വേണ്ടിയിട്ട് പറയുന്നുണ്ട്. ആ നിന്നെ പോലെ പലതന്തയ്ക്കുണ്ടായ പല മറ്റതിനുണ്ടായ വെറും മറ്റേ ജന്മമാണ് ഇതുപോലെ പറയുന്നത്. പെണ്ണുങ്ങളെ എത്ര പെൺകുട്ടികളെ എടുത്തു വെച്ച് അവ അമരാവത വർത്തമാനം പറയുന്നു. മര്യാദയ്ക്ക് ജീവിക്കുന്ന പെൺകുട്ടികളെ പറ്റി പോലും അമരാവതം പറയുന്നു. അത് കേട്ടപ്പോൾ നിനക്കങ്ങ് സുഖിച്ച നിനക്ക് പെട്ടെന്ന് വെള്ളം പോയാ? അത് കേട്ട ഉടനെ സന്തോഷം തോന്നി കാണും അല്ലയോ? ഇങ്ങനെ കുറെ അലവലാതി പനം. ഇവിടെ നിനക്ക് ധൈര്യം ഉണ്ടെങ്കിൽ അവൻ പറഞ്ഞ കണക്ക് നീ ഒന്ന് റിപ്പീറ്റ് ചെയ്യാമോ? ഇപ്പോൾ ഒരുത്തം പോയിട്ടുണ്ടല്ലോ സൂറാത്ത കേസ് കൊടുത്തിട്ട്, അതുപോലെ കയറ്റി കാണിച്ചു തരാം. കയറും ഉണ്ട തിന്നാനായിട്ട് അവിടെ കിടന്ന് കുത്തിയിരുന്ന് ഉണ്ട തിന്നു നീയൊക്കെ. ഇനി പെണ്ണുങ്ങളുടെ തലയിലോട്ട് കയറിയ തോന്നിവാസവും പച്ചപ്പോക്കർ സ്ത്രീകൾക്കേറെ, പ്രത്യേകിച്ച് ഇസ്ലാമിലെ സ്ത്രീകൾക്കെതിരെ പറയുന്നത് നിർത്തലാക്കിയില്ല എന്നുണ്ടെങ്കിൽ ഈ മൈത്താണ്ടി മക്കൾക്കെതിരെ സത്യമായിട്ടും നല്ല പ്രക്ഷോഭമാണ് നടത്തേണ്ടത്. സഹിക്കുന്നതിന് ഏറ്റവും കൂടുതൽ ഒരു പരിധിയില്ലേ? ഏറ്റവും വൃത്തികെട്ട രീതിയിലാണ് സ്ത്രീകളെ, ഏറ്റവും വൃത്തികെട്ട രീതിയിലാണ് ഇവർ അവഹേളിക്കുന്നത്. കേൾക്കുന്നവർക്ക് ഒരു ഇത് വേണ്ടായോ? എത്ര പ്രാവശ്യമായി ഇത്? അവരെ എല്ലാ പെൺകുട്ടികളെയും, സോഷ്യൽ മീഡിയയിൽ നിൽക്കുന്ന ഒരു പെൺകുട്ടികളെയും വിട്ടിട്ടില്ല. പിന്നെ നമ്മുടെ തേപ്പുകാരി പറയുന്നത് ആപ്റ്റാണ്, അവള് തേപ്പുകാരി തന്നെയാണ്, ആ കാര്യം പറ. അത് വെച്ചിട്ട് അനാവശ്യമായി എന്തൊക്കെയാണ് പോക്കൃത്തരങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത്. അങ്ങനെ സ്ത്രീകളെ അവഹേളിക്കാൻ ഇവൻ ആരെങ്കിലും ലൈസൻസ് കൊടുത്തത്? അപ്പൊ ഇവൻ ലൈസൻസ് കൊടുത്തിരിക്കുകയാണ്. ഈ തൊട്ടി ചാടിയുടെ 1/2 ഇഞ്ച് ബാക്കിയുള്ളതും കൂടെ പിടിച്ച് കട്ട് ചെയ്തങ്ങ് കളയണം. ഇതിരിക്കുമ്പോഴാണല്ലോ ഈ കഴപ്പ്. ഇതില്ല, ഒരു ചാമാനോ ഇല്ല, ഒന്നിനും കൊള്ളാതെ ഇങ്ങനെ പടച്ചു കുത്തി ഇരിക്കുമ്പോഴത്തേക്ക് മനസ്സിലാവും ഒരു ഇക്കാണ്ടിക്കും കൊള്ളത്തില്ല എന്നുള്ളത്. അയ്യേ ബ്ലഡി കൂള. അതാര്? ഹായ് മാം. ഹായ് ഹസീന ഷാജി. ഈ വിഷയത്തിൽ ഞാനിത് തുടങ്ങിയിട്ടേ ഉള്ളൂ. ആൻഡ് ഞാൻ പറയലുണ്ട്, ഈ കൊട്ടേഷൻ ഞാൻ ഏറ്റ്, അത് പറയാനാണ് വന്നത്. അപ്പം നസീർ മരവാണമേ, എൻ്റെ കൊട്ടേഷൻ ഞാൻ എടുത്ത്, എൻ്റെ കൊട്ടേഷൻ ഞാൻ ആ ഒരു പടപ്പുകൾക്കിടയിൽ ഞാനങ്ങ് വിട്ടതായിരുന്നു. എൻ്റെ കൊട്ടേഷൻ ഞാൻ റീലോഡഡ്. ഓക്കെ, അപ്പോൾ നമുക്കിനി കാണാം. ഇനി നീ അൻഷിപ്പിൻ്റെ തലയിലോട്ട് കയറും. അൻഷിപ്പിൻ്റെ കേസിൽ അൻസിപ്പിന് പറയാനുള്ളത് കൃത്യമായി പറയുന്നു. മര്യാദയ്ക്ക് കുത്തിയിരുന്നത് കേട്ടിട്ട് മര്യാദയ്ക്ക് അടങ്ങാനുള്ള വഴി ആലോചിച്ചു. അടങ്ങി ഒതുങ്ങി മര്യാദയ്ക്ക് ജീവിക്കാനുള്ള വഴി ആലോചിച്ചു. നിനക്ക് ഈ പറയുന്ന സോഷ്യൽ മീഡിയ കൂടെ പണം ഉണ്ടാക്കാണ് നിന്റെ ലക്ഷ്യമെങ്കിൽ ഉണ്ടാക്കിക്കോ, ഒരു കുഴപ്പവുമില്ല. നീ വിരിച്ചിട്ടാട്, ഒരു കുഴപ്പവുമില്ല. പക്ഷെ പെൺപിള്ളേരുടെ തലയിൽ കയറുന്നതും അത് എടുത്തു പറയുന്ന അൻഷിപ്പിനെ പോലുള്ളവരുടെയും തലയിൽ കയറുന്നത് നീ നിർത്തലാക്കിയാൽ നിനക്കുള്ളത്. അൻഷിപ്പിന്റെ കൊട്ടേച്ചനൊന്നുമല്ല, എനിക്ക് തോന്നി ഞാൻ എടുത്തതാണ്. പക്ഷെ ഓൺസ് ഞാൻ എടുത്തത് എന്നെ മൈത്താണ്ടി മകനെ 30 അല്ലടാ, ഇത് 100 എപ്പിസോഡിലേ ഞാൻ തീർക്കുള്ളൂ. ഇനി വാണക്കുറ്റി നീ ഒരെണ്ണം ഇട്, അനക്കുള്ള മറുപടി ഞാൻ തരും. അനക്കുള്ള മറുപടി ചെപ്പീനെ തരും. റിലേ തുടങ്ങുകയാണ്, ഇന്ന് പോലെ സ്റ്റാർട്ടഡ് ആണ്. നസീർ വാണം എന്ന വാണത്തിന് ചെപ്പീനയുടെ വക മറുപടികൾ ഇനി റിലേ ആയിട്ട് വന്നുകൊണ്ടേയിരിക്കും. ഇനി നീ മുറ്റി ഞാൻ കാണട്ടെ. അനക്ക് ഞാൻ വെറും വെർബൽ അറ്റാക്ക് മാത്രമല്ലടാ, അനക്ക് ഞാൻ വേറൊരു അറ്റാക്കും കൂടെ വെച്ചിട്ടുണ്ട്. കോർട്ട് വഴി, ഈ പറയുന്ന വിമൻസ് കമ്മീഷൻ വഴി. ഇവിടുത്തെ വിമൻസ് കമ്മീഷൻ കണ്ട് നീ ഇളകല്ലേ? ഐ ആം ട്രാൻസ്ലേറ്റിംഗ് ഓൾ ഓഫ് യുവർ ഡോക്യുമെന്റ്സ് ടു ദ വിമൻസ് കമ്മീഷൻ ഇൻ സെൻട്രൽ മിനിസ്റ്റർ. അവിടെ കൊടുത്ത് അവിടുന്ന് തരാൻ നിനക്ക്. നീ പെണ്ണുങ്ങളെ ഉണ്ടാക്കും അല്ലേ സോഷ്യൽ മീഡിയ കൂടെ ഇരുന്ന്? നീ അനക്കുള്ള ഇൻഡാസ് ഞാൻ അവിടുന്ന് കൊണ്ടുതരാം. ഇവിടുത്തെ വിമൻസ് കമ്മീഷൻ എനിക്ക് വിശ്വാസമില്ല, ഞാൻ ആ കേസ് വിട്ട്. എനിക്ക് ഒരു ഇൻഡാസ് തന്നിട്ടുണ്ട് അവർ. കുറേ ദിവസം മുമ്പ് കൊടുത്തത്, 3 മാസം മുമ്പ് കൊടുത്തത്, ഇപ്പോഴാണ് ആൻസർ വരുന്നത്. സോ ഐ ഡോണ്ട് ബിലീവ് ദം. ഞാൻ നേരെ അങ്ങോട്ട് കൊടുക്കാനാകെ. നിന്റെ ഫുൾ റെക്കോർഡിക്കൽ സാധനവും എടുത്ത് നീ ഈ പെൺകുട്ടികളെ അമരാവതിക്കുന്നതിന് ഞാൻ ഈ സാധനം കറക്റ്റ് അവിടെ കൊണ്ട് എത്തിച്ചു കൊടുക്കും എന്നുള്ളത് തർക്കമേ വേണ്ട. ഹായ് മച്ചബി, ഒരുപാട് സമയമായോ വന്നിട്ട്? 29 മിനിറ്റ്സ് ആയി. മുഹമ്മദ് ആരിഫ് എന്താണ് ഈ ഇവിടെ നസീർ വാണത്തിൻ്റെ ഫുൾ ഡോക്യുമെന്റ്സ് കളക്ട് ചെയ്തിട്ട് നമുക്ക് അയച്ചുതരാം മുഹമ്മദേ. നമ്മൾ അടുത്ത ടാർഗറ്റ് നസീർ വാണം, മരവാണമാണ്. അവനാണ് ഇനി അടുത്ത ടാർഗറ്റ്. അവൻ്റെ മൂഞ്ചിക്കൽ ഇപ്പം തീർത്തു കൊടുക്കാൻ ഞാൻ. ചേച്ചി കാരറ്റിന് ലോട്ടറി അടിച്ചു. അയ്യോ അത് ലോട്ടറി അല്ല മോളെ, അത് ആകെ 100 രൂപ കണ്ട് അടിച്ചാള്. 1000 രൂപ എന്നാ കൊച്ചു പറയുന്നില്ല, അത്രയും അയച്ചോളൂ. എൻ്റെ കയ്യിൽ ഒരു പൈസയും ഇല്ല, എൻ്റെ കയ്യിലൊന്നുമില്ല. ഞാൻ ആകെ പിച്ച എടുത്തിരിക്കുകയാണ്. ആ സമയത്ത് എനിക്കൊരു ലോട്ടറി അടിച്ചത് എനിക്ക് സന്തോഷം. കൊണ്ടുപോയി അറുമാതിച്ച് തീർത്ത് ഇനി ചാറും കറിയും വാങ്ങിക്കാൻ പണമില്ല. എല്ലാവരും കുറേശ്ശെ തരണം. അതിൻ്റെ മറ്റൊരു വേർഷനാണ് അത്.
പോയി മലന്ന് വീണ് കൊടുക്കുന്നവർ കൊടുക്കട്ടെ, നമുക്കെന്ത്. ഷോ ദൈവത്തിൻ്റെ സ്വന്തം കുട്ടികളായി, ദൈവത്തിൻ്റെ സ്വന്തം സാധനം തൊടുന്നത് അത് മാൻഡ്രേക്കാണ്. അതിനെ കൊണ്ട് നടന്നവർക്കെല്ലാം ഇപ്പം കിട്ടുന്നില്ലേ. ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു. ഹാപ്പി ബർത്ത്ഡേ പറഞ്ഞ എല്ലാ നാറികൾക്കും ഹാപ്പി ബർത്ത്ഡേ ടു യു. അവൾ മാത്രമല്ല, അവളുടെ പൊടിക്കാക്കുട്ടി മാത്രമല്ല, റീബർത്ത് നിങ്ങൾക്കും വേണ്ടി വരുന്ന ഒരു ആവശ്യത്തിലേക്ക് ഞാൻ കൊണ്ടുവന്നെത്തിയില്ലേ. സോ ലെറ്റ് സ്റ്റാർട്ട്. ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു. ചേർന്ന് ഹാപ്പി ബർത്ത്ഡേ പറയാൻ പറ്റിയില്ലേ. മാൻഡ്രേക്കിനെ തലയിൽ ചുവന്നോണ്ട് നടന്നല്ലേ. ഞാൻ വിചാരിച്ചത് പറഞ്ഞു. യെസ്, ഓഫ് കോഴ്സ്, ഇത് കണ്ടറിഞ്ഞൂടെ രഞ്ജി. ഫേസ് സൈക്കോളജി ആൻഡ് വി നോ സൈക്കോളജി. ഐ നോ. എന്തിനാണ് ഈ കാള വാല് പൊക്കുമ്പോഴേ നമുക്ക് അറിഞ്ഞൂടെ കാള എന്നാത്തിനാ വാല് പൊക്കണേ? അപ്പിടാൻ, ആ ബെടുക്കാൻ. വേറെ എന്നാ മണ്ണാങ്കിനാണ് കാള വാല് വെക്കുന്നത്? അത് തന്നെ. കൊണ്ടുകൊടുക്കി ഇഷ്ടം പോലെ കാശുകൾ കൊണ്ടുകൊടുക്കി, വാങ്ങിച്ച് നക്കീൻ. ഇനി ലുലു മാളിൽ പോകാൻ കാശില്ല, ചിക്കൻ തിന്നാൻ കാശില്ല. ഇനി പുതിയൊരു പാട്ടും കൊണ്ട് വന്നിട്ടുണ്ട്. ഡാഡി മമ്മി വീട്ടിലില്ല, അവളെയാട് ബേടയില്ല. അമ്മയുടെ ചോയ്സുകളാണ്. ഡാഡി മമ്മി വീട്ടിലില്ല, വിളയാട് മണമില്ല. കുഞ്ഞ കബലയ്യ കബലയ്യ അവയ്യ അവയ്യ കബലയ്യ ഞാണി മണ്ണ പോഞ്ഞ. മോളെ ഏത് ഫിലിമിലേക്ക് കൊണ്ടെത്തിക്കുമെന്ന് മനസ്സിലായില്ലേ. യുവതി പൊട്ടിടാത്തത് ചോദിച്ചാൽ ബീബിയുടെ ആരാധകർക്ക് ഇഷ്ടപ്പെടില്ലല്ലോ. രമേശന പൊട്ടില്ല, മറ്റേ ഇത് വെച്ചാൽ എനിക്ക് വയ്യ. പൊട്ടില്ലടേ, പൊട്ടൊന്നും ഇല്ല. 10 പൈസ ഇല്ലടേ. എന്താടേ നമ്മൾ ചോദിച്ചാൽ ഞങ്ങൾ ആരും കാശ് തരൂലേ? അവൾ ചോദിച്ചാൽ കാശ് അയച്ചു കൊടുക്കുന്നല്ല. ഞങ്ങളെ കണ്ടാൽ നിങ്ങൾക്ക് പാവമായിട്ട് തോന്നുന്നില്ല. ഞങ്ങളെ ആരും സഹായിക്കാനില്ല. എനിക്ക് പച്ചചട്ടി വാങ്ങിക്കാൻ പൈസ അയച്ചു തരൂ പ്ലീസ്. പച്ചപ്പൊട്ടായാലും മതി. ആരെങ്കിലും പച്ച ചട്ടി വാങ്ങിക്കാൻ പൈസ തരുമോ പ്ലീസ്? നിങ്ങൾ വേറൊരു കാര്യം പറഞ്ഞാൽ ചക്കിയിൽ വന്നല്ലേ മോളെ. രാഹുൽ രാജു വേറൊരു കാര്യം പറഞ്ഞാ, ഈ ഞാനേ അല്ല, ഈ ഞാനേ അല്ല. എന്ത് മനസ്സിലായി? ഞാനേ അല്ല എന്ന്. ഇന്നല്ല, ഇന്നലെയല്ല, നാളെയല്ല. ആരാ നിങ്ങളൊക്കെ? ആരാ ഈ സ്ത്രീ? നീച്ചറിയില്ല. അയ്യോടാ, നമ്മളൊന്നും അറിഞ്ഞില്ല. ഒരു ദിവസം രാവിലെ ഉറക്കം കഴിഞ്ഞിട്ടപ്പം കടക്കണ സ്ട്രൈക്ക്. എന്തിനാ ഇപ്പൊ എന്നെ സ്ട്രൈക്ക് ചെയ്തേ? ഞാൻ എന്താ ഇപ്പൊ ചെയ്തേ? അവസ്ഥ. എടാ വ്യൂ ഇല്ലടാ. മൊത്തം ലോണിലാണ്. ഒരു പിണ്ണാക്കുമില്ല, 10ന്റെ പൈസയുമില്ല, ഒന്നുമില്ല. അവരുടെ കയ്യിൽ ഒന്നുമില്ല. പിന്നെ തടിയൻ ചെറുക്കനെ ഞാൻ അടിച്ച് ഞാൻ പേട്ടേക്ക്. ഇനി ഒരിക്കൽ കൂടി എൻ്റെ അച്ഛനെയും അമ്മേനെയും പറഞ്ഞാൽ ഞാൻ മൂക്കിൽ കയറ്റും. എടാ വ്യൂ ഇല്ലടാ. എടാ കുത്തണ്ണ, നീയാണോ ഇപ്പൊ എൻ്റെ പെണ്ണുമ്പിളെ കുത്തുന്നതെണ്ണ? എടാ വ്യൂ ഇല്ലടാ. ഞാനോ ഇങ്ങനെയൊക്കെ പറഞ്ഞോ? എപ്പോ? എനിക്ക് ഓർമ്മയേ ഇല്ല. നമ്മൾ തമ്മിൽ വല്ല പ്രശ്നമുണ്ടോ? എന്തിനാ എനിക്ക് സ്ട്രൈക്ക് തന്നെ? എനിക്ക് സ്ട്രൈക്ക് തരാൻ പാടുമോ? ഞാൻ ഡീസൻ്റ് അല്ലേ? ഞാൻ കുത്തിന്റെ കൊണാണ്ടറല്ലേ? കിക്കുവിൻ്റെ കൊണാണ്ടറല്ലേ? ഐ ലൈക്ക് ടു കിക്കു. ആ കിക്കു നീ കുറച്ച് ദിവസം ഈ ചാനലൊന്ന് റീച്ച് ആവുന്നവരെ പെണ്ണുമ്പിളെ കിക്കിക്കൊണ്ടിരിയടാ. ജിത്തുന് ആ പറയണ കുത്തുവിന് കുറച്ച് റെസ്റ്റ് കൊടുക്കും. നീ കയറി കിക്ക്. വല്ല പ്രയോജനം ഉണ്ടാവണമെങ്കിൽ ഉണ്ടാവട്ടെ. ഷെഫി ഞാനും വന്നു. ശംല ആൻറ്റി ഹായ്. ചിത്തും കുത്തും എൻ്റെ ചേച്ചന്മാരേക്കാൾ നിങ്ങൾക്ക് ഇതൊന്നും ഞാൻ ഒന്നും തുടങ്ങിയിട്ടില്ല പിള്ളേരെ. ഞാൻ തുടങ്ങിയാലുണ്ടല്ല നിർത്താൻ പറ്റാത്തയില്ല. മനസ്സിലായില്ലേ? ഷെഫീല പൊട്ട് ഞാൻ വാങ്ങിച്ചിട്ട് ആര് വാങ്ങി തന്നാലും ഞാൻ വാങ്ങിക്കും. സത്യമായിട്ടും ഈ കോട്ടയത്ത് പൊട്ടേ കിട്ടാനില്ല. ഇത് തിരുവനന്തപുരത്ത് ഈ ക്ഷാമം ഇല്ല കേട്ടോ. പ്രത്യേകിച്ച് നമ്മുടെ ഈ അമ്പലങ്ങളിലൊക്കെ തോറും നല്ല ഇത് വരും. ഇവിടെ ഇങ്ങനെ കോട്ടയത്ത് അങ്ങനെ അത്ര വലിയ ഫംഗ്ഷനൊന്നുമില്ല. നമ്മളിവിടെ പിന്നെ ശിവക്ഷേത്രത്തിൻ്റെ അടുത്ത് പോയി ആ കടകളിൽ പോലും ഇല്ല കേട്ടോ. പൊട്ട് കിട്ടാനില്ല. അതാണ്. പിന്നെ ആകെ കിട്ടുന്ന കുറേ ചുണുങ്ങിയ പൊട്ട്, അത് വെച്ചാലും ഒരു വൃത്തിയില്ല. എനിക്ക് നല്ല ഗോപിപ്പെട്ട് ശരിക്കും നല്ല കുത്തുള്ള നല്ല സൂപ്പർ പൊട്ടാണ്. അത് വാങ്ങിച്ചാൽ ഞാൻ സ്ട്രൈക്ക് മാറ്റിത്തരാം. സത്യമായിട്ട് മാറ്റിത്തരുമോ?
ഇന്ന് പ്രധാനമന്ത്രി പൂജിച്ച അക്ഷയും ഗുരുവായൂർ ക്ഷേത്രത്തിൽ നിന്ന് തൊഴുകയോട് സ്വീകരിച്ചു. മച്ചമ്പിയുടെ അഭിപ്രായം. നല്ല കാര്യമല്ലേ? ഞാൻ ഇന്നലെ അഭിപ്രായമല്ലേ രമേശണ്ണ? നിങ്ങൾ എന്നെ അങ്ങനെ വർഗീയവാദിയായിട്ട് ചിന്തിക്കുക പോലും വേണ്ട. ചില കാര്യങ്ങൾ നമുക്ക് മനസ്സിലാകുന്നതുണ്ട്. രാഷ്ട്രീയത്തിന് വേണ്ടിയിട്ട് ചില കാര്യങ്ങൾ ചിലർ ചെയ്യുന്നു. അത് മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഇറ്റ്സ് എ സ്മോൾ തിങ്. പിന്നെ രാജ്യത്തെ പ്രധാനമന്ത്രിയുടെ ഉദ്ദേശം ഒരു വിഭാഗം ജനങ്ങൾക്ക് അമ്പലം തുറന്നു കൊടുക്കുക എന്നുള്ളതല്ല. അതും കൂടെ മനസ്സിലാക്കിക്കും. അതിനെനിക്ക് അഗൻസ്റ്റ് ഉണ്ട്. പിന്നെ ഇയാൾ കൊണ്ടുവന്ന് അച്ഛതം കൊടുക്കാൻ ആർക്ക് ഇടുങ്ങി? മമ്മൂട്ടി അച്ഛതോ, മമ്മൂട്ടി വേറെ എന്തെങ്കിലും ഗുണാഭിക്കും. നിങ്ങൾ ഈ ആക്ടറിനെയും ആക്ട്രസിനെയും കലയിൽ നിൽക്കുന്ന മനുഷ്യരെയും വെച്ചിട്ട് ബാക്കിയുള്ളൊരു കമ്പാരിസൺ ആണ്. അവർക്കൊന്നും കയ്യിൽ ഒന്നുമില്ലായിരുന്നപ്പോൾ 500 രൂപ കിട്ടിയത് വലിയ കാര്യമല്ലേ എന്ന്. കയ്യിൽ ഒന്നുമില്ലെന്ന് എല്ലാവരും അറിയണം. എച്ചാട്ടിലി അത് തന്നെയാണ്. പൊട്ടു വാങ്ങാൻ കാശുണ്ട്, പക്ഷെ പൊട്ടു വാങ്ങിക്കാൻ ഇവിടെ അതിനുള്ള സംഗതിയില്ല. അതാണ്, പൊട്ടു വാങ്ങാൻ കാശില്ല. എനിക്ക് പൈസ ഇല്ല, എൻ്റെ കയ്യിലൊരു പൈസ ഇല്ല സത്യമായിട്ടും. ശിവനെ കാത്തോളണേ. മോനെ പറു, can you join the live? Because someone is talking to you, no? We never know what we did. ഞാൻ എന്ത് ചെയ്തു എന്നാണ് ചോദിക്കുന്നത്. രമേശ് എന്നാ മോദിയെ പറ്റി പറയല്ലേ, പാപത്തിന് ചീത്ത വിളിക്കും. നല്ലതാണ് കുട്ടി, നല്ലതാണ്. പണ്ട് 2020 90 ദിവസമല്ലേ FBയിൽ ലവൾക്കെതിരെ ഒറ്റപ്പെടുത്തത്തിൽ 8 മണി വീഡിയോ ചെയ്ത് കൊണ്ടുപോലെ വിളിച്ചത്. 90 ദിവസം. അതാ ഞാൻ പറഞ്ഞത്, ഇവർക്കിതൊന്നും അറിയത്തില്ല, ചരിത്രം അറിയത്തില്ല. വാട്ട് ടു ഡു. നമ്മൾക്കൊരു നല്ല ചരിത്രമുണ്ടെന്നുള്ള കാര്യം ഇവർക്ക് അറിയത്തില്ല. അതാണ് ഇവരുടെ പ്രശ്നം. പൊടി തട്ടി എടുത്തു ആ പഴയ കുപ്പായം. ദിസ് കുപ്പായം ബിലോങ്സ് ടു ദാറ്റ് ടൈം. അപ്പോഴുള്ള കുപ്പായം ഞാൻ പൊടി തട്ടി എടുത്ത് വീണ്ടും എടുത്ത് അടിഞ്ഞിട്ടുണ്ടെങ്കിൽ ഐ ആം ഓൺ ഫയർ. ഹായ് ഷെഫീന, വെൽ ഡൺ, താങ്ക് യു ബിജു. എന്താണ് ഈ ഉണ്ടച്ചി വധം? 1947 നമുക്ക് സ്വാതന്ത്ര്യം കിട്ടി, പക്ഷെ നമുക്കിപ്പോഴും അത് കൈ കിട്ടിയിട്ടില്ല. അതാണ് നമ്മുടെ ഉണ്ടച്ചി വധം. അത്രയേ ഉള്ളൂ മോളെ, വേറെ പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ല. ഈ ചാമോൾ ഉണ്ടച്ചി അറിയത്തില്ലേ? ഈ ഉണ്ടച്ചി മീൻസ് ഇറ്റ്സ് എ സോർട്ട് ഓഫ് ഉണ്ടച്ചി. ഈ ഉണ്ടച്ചി എന്ന് പറയുന്നത് നമ്മുടെ പൊതുസമൂഹത്തിലേക്ക് നമുക്ക് ഒരാളെ ഉണ്ടച്ചി എന്ന് വിളിച്ചുകൊണ്ട് വരാൻ ഒക്കത്തില്ല. ഈ മാറ്റി പൂ ചേർത്താൽ മതി. അതാണത് ഉണ്ടച്ചി. മനസ്സിലായോ? താങ്ക്സ് മോളെ ആൻറ്റി എന്ന് വിളിച്ചതിന്. ഷംല ആൻറ്റി. അല്ല, ചുടൂക്കൽ നമ്മൻ്റെ ഇക്കായ എയറിൽ കയറ്റുണ്ടേ. അയ്യാ, അതിപ്പം മമ്മൂക്കാന ആരെങ്കിലും ഏറി കയറ്റുക? മമ്മൂക്ക ആരാ? മുറിക്കോ അയാൾക്ക് അങ്ങനെ ഒരു അന്യോന്യമുണ്ട്. അവർക്ക് അവരുടെ ആൾക്കാർ. നസീറിൻ്റെ വിഷയം എന്താണെന്ന് അറിയില്ല, ഒന്ന് പറഞ്ഞുതരാം. നസീർ വാണം എന്ന് പറഞ്ഞൊരു വാണക്കുറ്റിയുണ്ട്. അവൻ എല്ലാ പെണ്ണുങ്ങളെയും എടുത്തു വെച്ചിട്ട് അറുമാദിക്കും. പോക്കൃത്തരവേ പറയുള്ളൂ. വായി തുറന്ന കക്കൂസ് ഊഴിയാണ്. അവൻ്റെ അമ്മയെയും അവൻ്റെ ഭാര്യയെയും പറ്റി അവൻ എടുത്തു വെച്ച് അറുമാദിച്ച ഒരു യൂട്യൂബർ അവന് തിരിച്ചങ്ങോട്ട് കൊടുത്തു. വിത്ത് എവിഡൻസ് ആണ്. എവിഡൻസ് വെച്ചിട്ടാണ് ചെറുക്കാൻ സംസാരിക്കുന്നത്. അവന് കൊള്ളൂല, അവൻ കുഴപ്പമൊന്നും പറഞ്ഞിട്ടുണ്ട് ഇങ്ങേര്. ജിനു കോട്ടയം BJ. ഒന്നല്ലേ, എനിക്കും വേണം ക്യാഷ്, തായോ. ചാനൽസ് തുടങ്ങാൻ ഹെൽപ്പ് ചെയ്യാമോ? ജിനു, നീ ഒരു ലോട്ടറി എടുക്കുക. ചിലപ്പം ലക്കുണ്ടെങ്കിൽ നിനക്ക് ലോട്ടറി അടിച്ചാലോ. പൈസ ഇല്ലാതിരിക്കുന്ന സമയത്ത് ലോട്ടറി അടിച്ചാൽ അതൊരു പുണ്യമല്ലേ? സിറ്റ് ഇൻ ഇയർ. അല്ല, നീയാണോ? നിനക്ക് എന്നെ അറിയുമോ? അല്ല, മറ്റേ മെസ്സേജ്. മമ്മൂട്ടി ചിരിച്ച് മണ്ടേ കയറുമല്ലേ ശിവനെ. എങ്ങനെയാണ് ചിരിക്കുന്നത്? എൻ്റെ കൊച്ചിൻ്റെ അടുത്ത് ഒരാൾ ഒരു ചാത്തിയ. ഞാൻ എന്ത് തെറ്റ് ചെയ്തു? എനിക്കെന്തിനു സ്ട്രൈക്ക് തരുന്നു? ഞാൻ ഈ പ്രശ്നത്തിൽ ഇല്ലല്ലോ. എന്തിനാ വെറുതെ എന്നെ ഇതിനകത്ത് പിടിച്ചിടുന്നത്? ഐ എം എ ഡീസന്റ് പേഴ്സൺ, യു നോ. മാണേ രഹസ്യം അണ്ണാ, ഞാൻ അന്നേ പറഞ്ഞില്ലേ അണ്ണാ ഞാൻ ഭയങ്കര കുഴപ്പമാണ് അണ്ണാ രഹസ്യം അണ്ണാ, ഞാൻ ഭയങ്കര കുഴപ്പമാണ്. മുടക്ക് മുതല നീ റെക്ടിഫൈ ചെയ്ത് എടുത്തോടാ. ഞാൻ വിട്ടു തന്നിരിക്കുന്നു. ഞാനായിട്ട് ഇനി ഒന്നുമില്ല. നീ എടുത്തോ, നീ ശമ്പായിച്ചു കൊണ്ടൊക്കെ. ഞാൻ ഒന്നും പറഞ്ഞു. ഞാനത് മാപ്പ് കൊടുത്ത് അയച്ചേക്കാം. ഓക്കെ, ഡണ്ണ് പോരെ. പബ്ലിക്കിലല്ലേ നമ്മൾ പറയണല്ലേ? ഓക്കെ അല്ലേ? മാപ്പ് കൊടുത്തൂടെ? പബ്ലിക് ടോയ്ലറ്റ്, പബ്ലിക് വേസ്റ്റ്. Tanuja affected by public waste. A public toilet. ഒരു സ്ത്രീ ഇങ്ങനെയാകാൻ പാടുണ്ടോ? ഒരു സ്ത്രീ ഇങ്ങനെ അധപ്പതിക്കാൻ പാടുണ്ടോ? നിനക്കൊന്നും അറിയില്ലല്ലേടാ. നിനക്കൊന്നും അറിയില്ലല്ലേ? നിനക്കൊന്നും മനസ്സിലായിട്ടില്ലല്ലേടാ? ഈ കണ്ട നാറികളെ കൊണ്ട് അത്രയും വീഡിയോ ചെയ്യിച്ചതും ഈ കണ്ട നാറികളെ കൊണ്ടൊക്കെ എന്നെയും എൻ്റെ മോനെ അവഹേളിച്ചതും നിനക്ക് അറിയില്ലല്ലേടാ?
നിനക്ക് അറിയില്ലല്ലേ? നിനക്കൊരു മൈക്കിളാഞ്ചി അറിയത്തില്ല. മെസ്സേജ് അയക്കണം എൻ്റെ ചെറുക്കനിക്ക്. എൻ്റെ ചെറുക്കനിക്ക് നീ ഇനി ഒരു മെസ്സേജ് അയക്കണ കണ്ട മൈക്കിളാഞ്ചി വീട്ടിൽ വന്ന് തീർക്കും ഞാൻ. പറഞ്ഞില്ലെന്ന് വേണ്ട. കള്ളപ്പുഴു, തീട്ടത്തിപ്പുഴു, തീട്ടത്തിപ്പുഴു നേറി. തീട്ട മീൻസ് ഷേറ്റ്. ഫെർട്ടിലൈസ് ചെയ്യുന്ന സമയത്ത് അതിനകത്തുണ്ടാകുന്ന ചെറിയ ചെറിയ ജെംസിനെ എന്തായാലും നിനക്ക് ഇംഗ്ലീഷ് അറിയാൻ കേട്ടാ. നീ ഇംഗ്ലീഷൊക്കെ എഴുതി കൊടുക്കുന്നുണ്ടല്ലേ മോനെ. ഗതിയില്ല, നിനക്ക് ഗതിയില്ല, ഗതിയില്ല. നീ മുല്ലപ്പൂനെ കൊണ്ട് എനിക്കിട്ട് പണി വെച്ചില്ലേ? നിനക്കറിയില്ല, 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 അറിയില്ല. മുല്ലപ്പൂ എനിക്കിട്ടൊരു പണി തന്നത് നിനക്കറിയില്ല. മുല്ലപ്പൂവിന് ബിഗ് ബോസിൽ തള്ളിക്കയറണമെങ്കിൽ അങ്ങ് കയറി പോയാ പോലെ. ഷെബീനായ ഓക്കണം, ആക്കണം. ആൻഡ് യു ഡോണ്ട് നോ മുല്ലപ്പൂ? വാട്ട് ഈസ് മുല്ലപ്പൂ ഡൺ ഫോർ മീ? യു ഡോണ്ട് നോ? എന്തൊക്കെ നിങ്ങൾ എനിക്കിട്ട് ചെയ്തു അതിൻ്റെ 10 മടങ്ങ് സമ്മാനം നിങ്ങൾക്ക് ഷെഫീന തന്നിരിക്കും. തർക്കമേ ഇല്ല. ഷെബീനക്ക് ചാനൽ മൈക്കിളാഞ്ചിയാണ്. ഈ ചാനലും പൂട്ടിക്കൂടാ. എടാ ഈ ചാനൽ നീ എടുത്തോണ്ട് വയ്ക്കാം, ആ ചാനലും പോയിക്കൊണ്ട് വയ്ക്കാം, ഈ ചാനലും എടുത്തോണ്ട് വയ്ക്കാം. ലാൽ സലാം, ലാൽ സലാം. ഐ ഡോണ്ട് ലെഫ്റ്റ്. എടാ കമ്മ്യൂണിസ്റ്റുകാരെ നീ ചോദ്യം ചെയ്തത്. കമ്മ്യൂണിസ്റ്റ് ഞാൻ വിട്ടിട്ടില്ല. നീ എന്താ ഞാൻ കമ്മ്യൂണിസ്റ്റുമാരെ സംഖ്യ ആവുമെന്ന് വിചാരിച്ചാ? ഷീജ ഷാരൂഖ് ഖാനൊന്നു നീയാ പറയണേ. വിജിരാജ അവന്മാരുടെ തറവാട്ട് ബക. ആ യച്ചാച്ചിലേ ആയിക്കോട്ടെ. പതിയെ പതിയെ നടന്നു വരൂ, ആ പതിയെ പതിയെ നടന്നു വരൂ, ആ കിടന്നു വരൂ, ആ പടന്നു വരൂ. ആ അവർക്കൊരു അസുഖമുണ്ടെന്ന് അറിഞ്ഞത് കൊണ്ട് ഞാൻ അവരെ വെറുതെ വിട്ടതായിരുന്നു. അവരെന്റെ അച്ഛനെയും അമ്മയെയും പറഞ്ഞിട്ടുണ്ട്. ഇനി ഒരിക്കൽ കൂടി എൻ്റെ അച്ഛനെയും അമ്മയും പറഞ്ഞാൽ ഞാൻ മൂക്കി കേറ്റും. പിന്നെ എന്തിനടാ മോന് മെസ്സേജ് അയക്കുന്നേ? എന്തിനടാ കൊച്ചിന് മെസ്സേജ് അയക്കുന്നേ? നീ എന്ത് ഗുണാപ്ലിക്കേഷൻ കാണിച്ചാലും ജബീനാക്ക് മലക്കലയിലേ മാത്രടാ. ഞാൻ സത്യമായിട്ട് 1 എണ്ണം തരണമെന്ന് വിചാരിച്ചു. പക്ഷെ എന്തോന്ന് അറിയത്തില്ലടാ, 3 എണ്ണം നെറ്റിയടി അടിച്ചങ്ങ് തരാൻ പറ്റി. ഭയങ്കര സന്തോഷം. ഹാപ്പി 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 ഹാപ്പി. ഹേ ചെയ്ത മിസ്റ്റേക്കിന് നീ എന്നെ പണിഷ് ചെയ്തെങ്കിൽ ഐ ഡോണ്ട് കെയർ. ബസ് ഓർമ്മ സൂപ്പർ. മാപ്പങ്ങാണം കൊടുത്താൽ പിന്നെ ഇങ്ങോട്ടില്ല. അതാണ് ശ്രീഷ. ജിനുവിന് ലോട്ടറി അടിച്ചു കഴിഞ്ഞു. അത് കുഞ്ഞിക്കിളിയുടെ രൂപത്തിലാണെന്ന് മാത്രമേ. എക്സാക്ട്ലി. ബാക്കിയും കൂടെ പറയൂ. എടാ അത്രേ ഉള്ളൂടാ, അത്രേ ഉള്ളൂ. അത് മറ്റേ വേറെ കാര്യം. രഹസ്യണ്ണന്റെ കളസം കയറിയിരിക്കുക പൊളിച്ച്. എടാ നല്ലൊരു വഴി ഞാൻ പറഞ്ഞു തരാടാ. നീ നല്ല പാട്ടത്തോലെ അവള് ഇപ്പൊ കൊച്ചിനെ കൊണ്ട് അടുത്തത് ഇറക്കിയിട്ടുണ്ട്. ഡാഡി മമ്മി വീട്ടിലില്ല, വിളയാടാൻ ജിത്തു ഉണ്ട്. ഞാനും വീട്ടിലില്ല, ജിത്തു ഉണ്ട് വിളയാടാൻ. ജിത്തുവിനെ വെച്ച് വിളയാടാം. ഡാഡി മമ്മി വീട്ടിലില്ല, ജിത്തുവിനെ വെച്ച് വിളയാടാം. നല്ല പാട്ടൊക്കെ പാടുക. ഓള കുണ്ടിയൊക്കെ ഒന്ന് വിളിക്കിച്ച് അതൊക്കെ കൊണ്ടുവന്ന് എടുത്ത് ചേർക്കാൻ. നീ പോടാ ചേർക്കാൻ. നീ നിന്നാ പറയും ഞാൻ നിന്നെ വെച്ചിട്ടായിരുന്നു പറയണെന്ന്. ഡോണ്ട് ടോക്ക് ടു എനിവൺ. മനസ്സിലായ? എന്റെ പെർമിഷൻ ഇല്ലാതെ ഒരാളടുത്ത് നീ സംസാരിക്കാൻ പാടില്ല. ഞാൻ സമ്മതിക്കത്തില്ല. നിങ്ങളെ മുൻനിർത്തി ഞാൻ പറയുന്നതാണ്. ഇവൻ ആർക്കെങ്കിലും മാപ്പ് കൊടുക്കാൻ എന്തോടാ അത് പൊട്ട് വാങ്ങിച്ചു കളഞ്ഞപ്പോഴാണ്. അത് അതാണ് പൊട്ട് വാങ്ങിച്ചു പോയതാണ്. ഡേഡി മമ്മി വീട്ടിലല്ലേ, അവിളയാടെ നേരമില്ലേ, അവില്ലാതാ. ചേച്ചി ഇവിടെ ഹസ് എവിടെ കളഞ്ഞിട്ട് പോയോളെ? ശശിയുടെ സൂര്യ എൻ്റെ ഭർത്താവ് എന്നെ ഉപേക്ഷിച്ചിട്ട് പോയിട്ട് വർഷങ്ങളായി. അദ്ദേഹത്തിന് ഞാൻ ഹണി ട്രാപ്പ് ചെയ്ത് വിവാഹം കഴിച്ചതാണ്. അദ്ദേഹത്തിന് ഞാൻ എത്ര നേരം പിടിച്ചു വയ്ക്കും. ഹണി ട്രാപ്പിൻ്റെ ക്വാളിറ്റി കഴിഞ്ഞപ്പോൾ അങ്ങേര് കളഞ്ഞിട്ട് പോയി മോളെ. സത്യമായിട്ട് എൻ്റെ ശാന്തിയിട്ട് അത് വേണ്ട. ആ പാവപ്പെട്ടൻ രക്ഷപ്പെട്ടില്ലേ. ഞാൻ പാവപ്പെട്ടൻ്റെ വായങ്ങണം തുറന്നാൽ ബ്ലാക്ക് മെയിൽ റാണി ലാൻഡഡ്. ആ ബ്ലാക്ക് മെയിൽ റാണി കണ്ടത്. കിളികൂട് കൊച്ചത് കാണുന്നുണ്ടെങ്കിൽ കൊച്ചെ ഏതെങ്കിലും രീതിയിൽ മാസീവ് അറ്റാക്ക് നിനക്ക് നേരെ വരികയോ നിന്റെ നേരെ അവൾ നോക്കുകയോ ചെയ്താൽ കം ടു മീ, ഐ വിൽ സപ്പോർട്ട് യു. ഓക്കെ? തലവേദന കൊച്ചു അട്ടൻ ചായിട്ട് തരുമക്കളെ. ഭയങ്കര തലവേദന, കുത്തുവേദന.
ഹൊറിബിൾ. എനിക്ക് വയ്യ തീരെ പാട്. നിങ്ങൾക്ക് എന്നെ മനസ്സിലായോ കുട്ടികളെ? ഞാൻ ആരാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായ? ഞാൻ എന്താണെന്ന് മനസ്സിലായിട്ടില്ല. ഗുണ ഇങ്ങനെ കഥാപ്രസംഗം നടത്താതെ വ്യക്തമായ പേപ്പർ വർക്ക് ചെയ്ത് പൂട്ടേണ്ടത് മണിച്ചത്താഴ് പൂട്ടേ. എന്ത് പേപ്പർ വർക്ക്? ഒന്നും വേണ്ടി വന്നില്ല. പേപ്പർ വർക്ക് അവിടെ കിണ നടക്കുന്നുണ്ട്. അയാളടുത്ത് പോയി കഴിഞ്ഞാൽ അയാൾ ഇങ്ങനെ കണ്ടിട്ടുണ്ട്. മാഡം, നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? സമാധാനമായിരിക്കൂ, നമുക്ക് വഴിയുണ്ടാക്കാം. എല്ലാം ശരിയാക്കും. സമാധാനപ്പെടും, ഒക്കെ ശരിയാക്കും. സമാധാനം വേണം. ഇതന്നെ. നീ ഈ സമാധാനത്തിന് വേണ്ടിയിട്ട് റസീനെ വിളിച്ച അവിടെ ചിന്തിക്കേ. നിങ്ങൾ ചിന്തിക്കേ. നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റത്തില്ല. ചിന്തിക്കേ നിങ്ങൾ. റസീനയുടെ കളി അതാണ്. നീ ഷെറിനെ വിളിക്കാന്ന് വെച്ചാൽ ഈ പിള്ളേരെ കൊണ്ട് ഒരു നിവർത്തിയുമില്ല താത്ത. ഞാൻ ഈ പിള്ളേരെ എല്ലാം കൂടെ എടുത്തില്ല അവിടെ കൊണ്ട് തോട്ടിലിടും. ഞാൻ സീരിയസ് ആയിട്ടൊരു കാര്യം പറയണ, നീ തിരിയേറെ ഇരുന്ന് കേള്. ഉടനെ എനിക്ക് ഈ പിള്ളേരെ കൊണ്ടുള്ള ശല്യം എനിക്ക് വയ്യ, നിർത്താൻ നടക്കാനും വയ്യ. ഞാൻ പിന്നെ വിളിക്കാൻ താത്ത വെച്ച് ടക്ക്. അടുത്ത ആൻ്റപ്പനെ വിളിക്കും. ഹലോ, എന്താ താത്ത, സുഖമാണോ? എടാ മോനെ, എനിക്ക് ആകെ ടെൻഷനാണെടാ, എന്തൊക്കെ വിഷമങ്ങൾ കൊണ്ട് എനിക്ക്. താത്ത, ഞാൻ മമ്മിക്ക് മരുന്ന് കൊടുത്തിട്ടില്ല, ഞാൻ പോയി ഒന്ന് മരുന്ന് കൊടുത്തിട്ട് വരട്ടെ. ടക്ക്. ശരി, ഒന്നും കൂടെ വിളിക്കും. എടാ, ഞാൻ സീരിയസ് ആയിട്ടൊരു കാര്യം പറയണടാ. ഐ എം ഇൻ എ വെരി സീരിയസ്. ഈ ട്രാൻസ്മിഷൻ കട്ടാവുന്നടാ പോനെ. ഞാനിനി ഒരു സീരിയസ് വിഷയം നിന്നോട് അവതരിപ്പിക്കുക. യു പ്ലീസ് ലിസൺ ടു മീ, ടേക്ക് ദ ഫോൺ ഫോർ മീ എന്ന്. ഓക്കെ, ഞാൻ തുണി വാഷിംഗ് മെഷീനിട്ട് അതൊന്ന് പോയി ഞാൻ ചെക്ക് ചെയ്തിട്ട് ഞാൻ വരാം. എന്നാൽ ശരി, ആസിനെ വിളിക്കാന്ന് വെച്ചിട്ട് ആസിനെ വിളിച്ചാൽ ആസ് ഞാൻ ഡ്യൂട്ടിയിലാ ചേച്ചി, ഞാൻ പിന്നെ വരാം. എനിക്ക് ആരുമില്ല. ശംലാമിത് ഒരു കാര്യം ചെയ്യും, നമ്പർ തന്നേരം, ഞാൻ നിന്നെ വിളിക്കാം. ചേച്ചി, ആ ക്യാരറ്റ് സ്ട്രൈക്ക് കൊടുത്തോ? ക്യാരറ്റിന് അവളാണ് ഇതിനൊക്കെ കാരണക്കാരി. എന്തിനെ നമ്മൾ പെമ്പിള്ളേരെ ഉപദ്രവിക്കാതെ? നമ്മൾ ക്യാരറ്റിനെയും വെറുതെ വിട്ടു, മറ്റേ പോത്തിൻ്റെ പേരെന്തോന്ന്, ബസ് സ്റ്റാൻഡ് കക്കൂസ്, അതിനെയും വെറുതെ വിട്ടു. അതിന് നമ്മൾ ഉപദ്രവിക്കത്തില്ല, വിട്ട് നമ്മൾ അവരെ നേരിട്ട് കാണും. ഇത്തയ്ക്ക് എന്നെ വിളിച്ചൂടെ? ഞാൻ ഫുൾ ഇത്തയുടെ വിഷമങ്ങൾ കേൾക്കും ഫുൾ ടൈം. നീ എനിക്ക് ഫോൺ വിളിച്ചേരാം, ഞാൻ നിനക്ക് അങ്ങോട്ട് വിളിക്കാം. പ്രിയ തോമ ചേച്ചിയെ കൂയ്. ഹായ് അല്ല ആൻറ്റി. ഓക്കെ ആൻറ്റി, ഐ ആം 58. Okay. I am 60. You should call me Andy. ചായ കുടിച്ചോ? ഒരു കട്ടൻ ചായ ഇട്ട് ആ പിള്ളേരെ. രേഷ്മ കൃഷ്ണൻ, സംസ്ഥാന വനിതാ കമ്മീഷനോട് നല്ല അഭിപ്രായമാണല്ലോ ബി വി സഖാവെ. പച്ചത്തറിയാ വിളിക്കേണ്ടത് പറ്റുള്ള, പച്ചത്തറി. അക്കുത്തിക്കു ആനപരമ്പത്തത് തും തുമ്മില്ല 1 2 3 ഇത്ത മൂത്ത മൂന്നോട് ചായ ഇടാൻ പറ. പോയി ചായ. ലസീത പാലക്കൽ, ഇന്ന് സബ്ജക്റ്റ് ഷെഫീനയാണ് സബ്ജക്റ്റ്. ശിവനെ, ഞാൻ എന്തൊരു ചെയ്ത പെണ്ണിന്? എന്തിനാ പെണ്ണെന്നെ പറയണത്? കിളിക്കൂട് മോളെ ലാൻഡഡ് ആയിട്ടുണ്ട്. എൻ്റെ പൊന്നാളെ, എന്തുണ്ടെങ്കിലും ചേച്ചിയെ വിളിക്കണം. നമ്പർ തന്നിട്ടുണ്ടല്ലോ, ആ നമ്പർ സേവ് ചെയ്ത് വെച്ചോ. അറ്റ് എനി ടൈം യു ക്യാൻ കോണ്ടാക്ട്. ഓക്കെ? വെറുതെ ആവശ്യമില്ലാത്ത ഡിപ്രഷനും കാര്യങ്ങൾക്കും ഒന്നും പോയി ചാടി കൊടുക്കരുത്. സന്തോഷമായിട്ടിരിക്കുക. ഓൾ ഈസ് വെൽ, all is well. Okay, I am 85 ലേ ബേബി. ഞാൻ ഒന്നും പറയുന്നില്ല. തള്ള അവസ്ഥ. എനിക്ക് സത്യം പറഞ്ഞാലുണ്ടല്ലോ, എനിക്ക് നിന്റെ ഈ ഒരു അവസ്ഥ കാണുമ്പോൾ ഒരു പ്രത്യേക സുഖമാണ്. സത്യമായിട്ട് സൈക്കോ ആയിപ്പോയി ഞാൻ. സീരിയസ്ലി. നസീർ മരണത്തിനെ കുറിച്ചാണോ പറഞ്ഞത്? മുഹമ്മദെ, മര്യാദയ്ക്ക് പോയിട്ട് പിന്നെ ടെലഗ്രാമിൽ വല്ലതും അയക്കി. ചെല്ലി നിനക്കിവിടെ നിന്റെ സമയപരിധി ഇവിടെ തീർന്നിരിക്കുന്നു. യു ഗോ ടു യുവർ ക്ലാസസ്, ഗോ സിറ്റ് ഡൗൺ, ഗോ പോ. എത്ര ദിവസമായി നീ അതിനകത്ത് എന്തെങ്കിലും ഒരു എണ്ണം അയച്ചു തന്നിട്ട് പോയി അയക്കിപ്പോ. നസീർ പറഞ്ഞൊന്ന് അടിച്ചു നോക്ക്, വരും ഒരു അലബലാതി. അവൻ്റെ ചരിത്രത്തിനകത്തുണ്ട്, ഞാൻ പറയട്ടെ, നീ പോയി നോക്ക്. ഇത്ത ചാനൽ റീച്ച് ആവാൻ ഇത്ത വേണം എല്ലാവർക്കും. ഇനിയിപ്പോൾ ഭയങ്കര റീച്ചായിരിക്കും. നിനക്കത് തന്നെ വേണം. അവള് പ്രശ്നക്കാരി തന്നെയാണ്. അവളെ പൂട്ടണം, അവളെ തീർക്കണം, അവളെ തൊലയ്ക്കണം. ഹലോ ഷെഫീന ഐത്തണ്ണ. ഷാനുഷ, മോൻ്റെ ഉമ്മച്ചിയുടെ പേരാണ് മോനെ മുരിയൻറ്റി. ആന മുനിയൻറ്റി. നോറ്റി. ഹായ് ജീന. ശശികുമാർ, ലസീത പാലക്കൽ, ഒന്ന് സബ്ജക്റ്റ് ഷെഫീന ആണ് സബ്ജക്റ്റ്. ചേടാ, ഇവിടെ എന്തോ പറഞ്ഞ
ഹലീല ഷെഫീന, നിങ്ങൾക്ക് ശരിക്കും മനോരോഗിയാണല്ലേ? ആണടാ, നിന്റെ തള്ളയുടെ കൂടെയായിരുന്നു ഞാൻ. നിന്റെ മമ്മിയും ഞാനും ഒന്നിച്ച് ഊളംപാറയിലായിരുന്നു. ഞാൻ ശരിയായി പുറത്തു വരുമ്പോഴേ ആ തള്ള അവിടെ കിടപ്പുണ്ടായിരുന്നു. നീ നിന്റെ മമ്മിയെ പോയി നോക്കാത്ത എന്താടാ? ആരടാ ഷാനൂഷ? ഇറങ്ങിപ്പോടാ. രഞ്ജി വയലന്റ് ആണ്. നസീമ ഹായ് ചേച്ചി. ചിത്തിൻ ചീജെ, ഞാൻ വാട്സപ്പ് മെസ്സേജ് ആക്കട്ടെ? ബുദ്ധിമുട്ടാകുമോ? ഒരു ബുദ്ധിമുട്ടിനെ ഒഴിവാക്കിയതേ ഉള്ളൂ. നീ എന്തിനാ എല്ലാവരെയും റിമൂവ് അടിക്കുന്നത്? ഓ, നീ ആ കാറ്റഗറിയാണ്. എന്റെ കണ്ണനു കറുപ്പു നിറം, എന്റെ കണ്ണനിത്ര കറുപ്പു നിറം, കാളന്തിയിൽ കുളിച്ചതിനാലും. ക്ഷേത്രങ്ങളിലെ അന്നദാനത്തിൽ നിയന്ത്രണം. I like the way you move it, move it. You like the way you move it, move it. We like the way you move it, move it. Move it, move it. PM രജി കുമാർ സപ്പോർട്ട്. ചേച്ചി ഫുൾ സപ്പോർട്ട്. ജിതിൻ ടി ജെ താങ്ക് യു. സ്നേഹ ജോർജ് എല്ലാം മനസ്സിലായില്ലേ? അത്രേ ഉള്ളൂ. മോദിജി വന്നത് കണ്ടായിരുന്നല്ലോ. ത്രിപിളക്സലേ. ആശ ആശിഷ് ചേച്ചി ഐ ലൈക്ക് ഈ കോഡ് വേർഡ്സ്. താങ്ക് യു. സൈക്കോ ആണോ? ആണല്ലോ, ഇപ്പോഴാണ് മനസ്സിലായത്. ഞാൻ ഭയങ്കര സൈക്കോ ആടാ. കുഴപ്പമെന്ന് വെച്ചാൽ എൻ്റെ പൊന്നു, ഞങ്ങളുടെ പറകുന്ന ദേശത്തെ എന്നെപ്പോലൊരു സൈക്കോ ഇനി ഉണ്ടാവാനില്ല. നല്ലതാണെങ്കിൽ നല്ലത്, നേരെയാണെങ്കിൽ വെറും കൂറ. അതാണ് എൻ്റെ പരിപാടി. അത് മനസ്സിലായില്ലേ? എനിക്ക് ഇന്നത്തെ വിവാഹ ഘോഷയാത്രയിൽ എനിക്കൊരു കാര്യം പറയാനുണ്ട്. ആ കുട്ടിയുടെ ഡ്രസ്സ്, ആ കുട്ടിയുടെ ജുവൽസ്, സാല്യൂട്ട്. കാര്യം സുരേഷ് ഗോപി ഞാനും തമ്മിൽ ചേരുന്നുണ്ടെങ്കിൽ ചീടു കല്യാണം, ലാളിത്യം, കൃത്യമായ കാര്യത്തിൽ പൊങ്ങത്തരം ഉണ്ടെങ്കിലും സൂപ്പർ കല്യാണം കേട്ടോ. ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും നല്ല കല്യാണം. ഈ ലിപ്സ്റ്റിക്ക് മുഴുവൻ വയറ്റിൽ പോയി പ്രശ്നമാകും. ചത്ത് വെട്ടെന്ന്. ഇനിയിപ്പോൾ ഞാൻ ജീവിച്ചിരുന്നിട്ട് എന്തിനാണ്? അശോക, പ്രൗഡ് ഓഫ് യു കൊച്ച്. താങ്ക് യു. ഉണ്ടക്കണ്ണി കൊച്ചേ, ഇന്ന് കണ്ണെഴുതിയില്ലേ? കരി തീർന്നു പോയി മോളെ. നാളെ എങ്ങനെ പോയി വാങ്ങിക്കണം. തീർന്നു പോയി. എത്ര വയസ്സായി? 18. 18 2 ദിവസവും ആയതേ ഉള്ളൂ. 18 ഇന്നലെ തവഞ്ഞതേ ഉള്ളൂ. സുഷ വർഗീസ്, ഇറങ്ങാൻ പോകുന്ന സമയത്ത് ചുണ്ടിൽ പെയിന്റ് അടിക്കുന്നു ജുബതി. പുലി പതുങ്ങിയത് ഒളിക്കാനല്ല കുതിക്കാനാണെന്ന് ഇപ്പോഴാണ് ചിലർക്കെല്ലാം മനസ്സിലായത്. എന്ത് വിചാരിച്ചെന്നറിയാം? വയസ്സി തള്ള, പ്രാരാബ്ധക്കാരി. ഒരു പട്ടിയും തിരിഞ്ഞു നോക്കൂല, ഒരാളും സഹകരിക്കത്തില്ല, ഒരാളുമായിട്ടും മര്യാദയ്ക്ക് പോകത്തില്ല. ഇനിയും തട്ടിത്തവറി ആരടുത്തെങ്കിലും ഒന്ന് സഹകരിക്കാൻ പോയാൽ നമ്മൾ വട്ടം ചേർന്ന് അവരെ ബ്രെയിൻ വാഷ് ചെയ്ത് നമുക്കൊപ്പം ചേർത്ത് നിർത്തും. അവളെ നമ്മൾ ഒറ്റപ്പെടുത്തും, കുറ്റപ്പെടുത്തും, തല്ലും, ഒതുക്കും. ഇതായിരുന്നു ടാർഗറ്റ്. ഇതായിരുന്നു ടാർഗറ്റ്. ഷെബീന ആരുടെ കൂടെയും ചേരാത്തതാണടാ. ഷെബീന ആരും ചേർക്കാത്തല്ല. ഷെബീന ആരുടെ കൂടെയും ചേരില്ല. എന്തുകൊണ്ട് ചേരില്ല? എനിക്കെന്റെ നിലപാടുണ്ട് മാൻ. ഐ ഹാവ് മൈ ഓൺ നിലപാട്. രഘുചേട്ടൻ പറയട്ടെ, ഞാൻ ചേരാത്തതാണോ എന്നെ ചേർക്കാത്തതാണോ എന്ന്. ഈ രഘുചേട്ടൻ അറിയാലോ എത്ര ഫങ്ഷൻസ്, എത്ര പ്രോഗ്രാംസിൽ ഇൻവിറ്റേഷൻ വേണ്ട എന്ന് ദൂരെ കളഞ്ഞ് ചെബീനെ മാറി നിൽക്കുന്നത്. ജഗ ക്ലബ് ഹൗസിലെ കണ്ടംപററി തൊട്ട് ഒന്നിടയ്ക്ക് ഒന്ന് പൊടി തട്ടി എടുക്കാം. കുമാരനാശാന്റെ ഓർമ്മ ദിവസം ഒന്ന് എടുക്കണമെന്ന് വിചാരിച്ചിരുന്നു. അപ്പോഴേ എനിക്ക് ചിരിക്കാൻ, എനിക്ക് സന്തോഷിക്കാൻ കുറച്ച് കാര്യങ്ങൾ വേണം രഘുചേട്ടൻ. എൻ്റെ ഉള്ളിലും സന്തോഷിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു മനസ്സില്ലേ? ഞാൻ എന്നെ സന്തോഷിപ്പിക്കണ്ടേ? ആ സന്തോഷം എനിക്ക് വേണോ വേണ്ടേ? ആ സന്തോഷം കിട്ടിയിട്ട് ഞാൻ വെറുതെ ശരി. താരറാണിക്ക് സ്ട്രൈക്ക് കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അവൾ പറയും ഷെഫീനയ്ക്ക് എന്നെ പേടിയാണ്. അവളത് പറഞ്ഞോട്ടെന്ന്. എനിക്കവളെ പേടിയാണ്. ഞാനെങ്ങാണ് സ്ട്രൈക്കണം, ആനും ഓൻ്റെ പണ്ടാട്ടിയും കൂടെ എടുത്ത് വെള്ളത്തിൽ ചാടി ചാവണം. ആ കേസ് നമ്മളെ തലയിൽ വരാനാ. ഞാൻ ചെയ്യില്ല. എനിക്കവളെ പേടിയാ. ശ്രീ സുരേഷ് ഗോപി ചെയ്ത പുണ്യത്തിന്റെ ഫലമാണ് ഇന്ന് ഗുരുവായൂരപ്പ സന്നിധി തലൈവരും മറ്റ് അതിഥികളും ചേർന്ന് മകൾക്ക് നൽകി അനുഗ്രഹം. ആ മമ്മൂട്ടി തലയിൽ കൈവയ്ക്കുന്നുണ്ട്. സൂപ്പർ, നല്ല കാര്യം കേട്ടോ. എനിക്ക് ആ വിവാഹത്തിൽ ഒന്നും പറയാനില്ല. എല്ലാവരും അത് കണ്ടന്റ് ആക്കുന്നുണ്ട്, ഞാനത് കണ്ടന്റ് ആക്കത്തില്ല. എനിക്ക് ഒരുപാട് സന്തോഷം തോന്നി. സൂപ്പർ ഡൂപ്പർ പൊളിച്ച അടുക്കി. ഒരാൾ അൺബീറ്റബിൾ, ഒന്നും പറയാൻ വയ്യ.
ഒന്നും മിണ്ടാൻ വയ്യാത്ത രീതിയിൽ ആ ഫംഗ്ഷൻ അങ്ങ് തകർത്ത് കിടുക്കി തിമിർത്ത് പൊളിച്ച് സൂപ്പർ. എനിക്ക് ആ കുട്ടിയുടെ ഡ്രസ് കോഡാണ് ഇഷ്ടപ്പെട്ടത്. അതിൻ്റെ ഡ്രസ്സിങ് സ്റ്റൈലും ഉപയോഗിച്ച ജുവൽസും അതൊരു മെസ്സേജാണ്. അതൊരു മെസ്സേജാണ്. അത് ഞാൻ സുരേഷ് ഗോപിയെ സമ്മതിച്ചു കൊടുത്തിരിക്കുന്നു. നല്ല ചെയ്താൽ നല്ലതെന്ന് തന്നെ പറയണ്ടേ. അതൊരു മെസ്സേജാണ് ഈ സൊസൈറ്റിക്ക്. അത്രേ പാടുള്ളൂ. അത് തന്നെ അധികമാണ്, പക്ഷെ അത്രേ പാടുള്ളൂ. എനിക്ക് എപ്പോഴും വിവാഹത്തിൽ കാണിക്കുന്ന ഈ ഒരു മാമാങ്കം കാണുമ്പോൾ അടിച്ചു പൊട്ടിക്കാൻ തോന്നും. നമ്മൾ ഇഷ്ടപ്പെടുന്ന അവൻ തരുന്ന ആ ഒരു തരി പൊന്നുണ്ടല്ലോ, അത് മാത്രമായിരിക്കണം കഴുത്തിൽ. ഒരു 108 മാലയ്ക്കിടയിൽ ആ പൊന്നിന് പോലും വാല്യൂയില്ലാതെ കഴുത്തിൽ താലി വീണ ആ നിമിഷം തൊട്ട് ആ താലി മാത്രം കഴുത്തിൽ കിടക്കണം. അങ്ങനെ സന്നദ്ധത പ്രകടിപ്പിക്കുന്ന എത്ര പെണ്ണുങ്ങളുണ്ട്. ഇതെല്ലാം കൂടെ വാരിപ്പറക്കി ഇട്ടുകൊണ്ട് എന്തായാലും ചമ്മതാണെന്ന് പറഞ്ഞിട്ട് നിൽക്കും. എന്തോന്നിനാണ്? ആരെ കാണിച്ചാണ്? അച്ഛനും അമ്മയും കടബാധ്യതയിൽ പോകുന്ന ഒരു മാങ്കല്യം. എന്തിനാണ് ഈ പേക്കൂത്ത് കാണിക്കാൻ പോണത്? സൂപ്പർ, അടിപൊളി കല്യാണം. അതെന്റെ മോനും പറഞ്ഞായിരുന്നു, പൊളിച്ച കല്യാണം, സൂപ്പർ. സുരേഷ് ഗോപിയാണ് എൻ്റെ കല്യാണം. അയ്യോ, സുരേഷ് ഗോപിയുടെ മോളുടെ കല്യാണം. മമ്മിക്ക് കിളി പോയി നിൽക്കുകയാണ്. എക്സാക്ട് ആഭരണത്തിന് ധാരാളിത്തമില്ലെന്നല്ല, അമ്മയ്ക്കുമില്ല മക്കൾക്കുമില്ല. മൊത്തത്തിൽ സൂപ്പർ. ഭയങ്കര കുരു പൊട്ടാൻ ഒരു 100 സാധനം കൊടുത്തിട്ടുണ്ട്. അപ്പുറത്തേക്കുന്ന സാധനങ്ങൾ കുരുപൊട്ടി ആത്മഹത്യ ചെയ്യാനുള്ള സാധനം കംപ്ലീറ്റ് കൊടുത്തിട്ടുണ്ട്. എനിക്കതങ്ങ് ഇഷ്ട പിടിച്ചു. അടിപൊളി കണ്ടാൽ 2024 ഞാൻ കണ്ട ഏറ്റവും നല്ല, 24 കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് നമ്മൾ കാണുന്ന കല്യാണ മാമാങ്കളിൽ ഏറ്റവും ബെസ്റ്റ്, ഏറ്റവും നല്ല വിവാഹം. സൂപ്പർ. പോയിരുന്നെങ്കിൽ ഒരു വായി ചോറ് തിന്നണമായിരുന്നു. മിസ് ഇറ്റ്. കൃത്യമായ മാനേജ്മെന്റ്, കൃത്യമായ ഡയറക്ഷൻ, കൃത്യമായ സംഘാടനം. കേരള ചരിത്രത്തിലെ ഏറ്റവും വലിയ കല്യാണം, ഏറ്റവും കൂടുതൽ ആൾക്കാർ പാർട്ടിസിപ്പേറ്റ് ചെയ്ത, ഏറ്റവും ഭംഗിയായി നടന്ന, ഒരു തിക്കും തിരക്കും ലഗാനും ഒന്നുമില്ലാത്ത സൂപ്പർ കല്യാണം. സമ്മതിച്ചു കൊടുത്തേ പറ്റൂ. പെണ്ണിനും ചെറുക്കനും കൊടുക്കേണ്ട പ്രിയോറിറ്റി കൊടുക്കുന്നു. ആ വിവാഹം മംഗളമായി നടക്കുന്നു. അത്രയും ആൾക്കാർ വന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ട് ഒരു പ്രോബ്ലം ഒന്നുമില്ലാതെ മംഗളകരമായിട്ട് അത് അവസാനിക്കുന്നു. സൂപ്പർ. ആകാശത്തോളം പരപ്പും കടലോളം ആഴമുള്ള മനസ്സാണ് നിങ്ങൾക്ക്. സുരേഷ് ഗോപി വൈഫ് ഇപ്പോഴും അത് പറയേണ്ടായിരുന്നു, മക്കളെ കാട്ടി ചെറുപ്പമാ അവർക്കാണ്. എന്തൊരു ഭംഗി. സൂപ്പർ, പൊളി തന്നെ കേട്ടോ. അത് സമ്മതിച്ചോട്ട്. ഡിഡ് യു കോണ്ടാക്ട് ലസിത? യാ, ഐ കോണ്ടാക്ട് ഹർ. ആഭരണത്തിന് ധാരാളം. എന്താ ലസീതയുടെ വിഷമം? അതെന്തോന്നോ കുറേ നേരം കൊണ്ട് പറയണല്ലോ. ലസീത നിങ്ങൾക്കെതിരെ വീഡിയോ ചെയ്തത് എന്ന് പറയുന്നു. ലസീത എനിക്കെതിരെ വീഡിയോ ചെയ്തു. അതെന്തിനാ ലസീത എനിക്കെതിരെ വീഡിയോ ചെയ്തു? ഞാനവളെ എന്തോന്നു ഇത് പിടിച്ച് കടിച്ച? ഓക്കെ, വാട്ട്സ് ദാറ്റ്? എന്തോ ഇത്? വെജിറ്റബിൾ. You're going to give to someone? Yeah. Or they no food. Who have no food? The thing good. No good it one. എന്തുവാ അവൾ ഇട്ടിട്ടില്ല? തലയ്ക്ക് ഓളാണടേ. ആ പെങ്കൊച്ചൊന്നും ഇട്ടിട്ടില്ലല്ലോ. വെറുതെ എന്തിനാ ആ പെങ്കൊച്ചിനെ പറയണേ? തലയ്ക്ക് സുഖമില്ലേടേ. ഇവിടെ ഒന്നും ലസീത എന്നെയും കൂടെ പ്രശ്നം ഉണ്ടാക്കാൻ നിൽക്കുന്നത്. ഷീ ഈസ് ടോക്കിംഗ് അഗെയിൻസ്റ്റ് യു ഇറ്റ് സീംസ്. ഫോർ വാട്ട്? അവളെന്തിനാ എനിക്കെതിരെ പറയണേ? ഞാൻ എൻ്റെ രാഷ്ട്രീയം അവരുടെ രാഷ്ട്രീയവും ഇതല്ലേ? Why getting all tensed up? I don't know why. എല്ലാവരും കൂടെ എന്തിനാ പറയണേ? എന്താ കാര്യം എന്ന് പറ. വാട്ട് വാസ് ദാറ്റ്? എനിക്ക് കാണാൻ കഴിയുന്നില്ല. ഇനി വേറെ ഏതെങ്കിലും ഇട്ടിട്ടുണ്ടോന്ന് എനിക്കറിയത്തില്ല. ഈവൻ ഷീ സെയിങ് സംതിങ് ഐ ഡോണ്ട് കെയർ. അരമണിക്കൂർ മുമ്പ് ഇട്ടിരിക്കുന്നത് കണ്ടന്റ് അവൈലബിൾ എന്നാണ്. 44 മിനിറ്റ് ആണോ? ഇറ്റ്സ് നോട്ട് കണ്ടന്റ് നോട്ട് അവൈലബിൾ എന്നാ പറയണേ. ഇറ്റ്സ് നോട്ട് അവൈലബിൾ. What she says.
കക്ഷി രാഷ്ട്രീയം മാറ്റിവെച്ച ഒരു മനുഷ്യസ്നേഹിയുടെ ഹൃദയശുക്തി പുകഴ്ത്തലല്ല. ഗുരുവായൂർ ഉണ്ണിക്കണ്ണനെ വരയ്ക്കുന്ന റസീന സലീം പ്രധാനമന്ത്രിക്ക് ഉണ്ണികൃഷ്ണൻ ചിത്രം നൽകാൻ സഹായിച്ചു. നീ ഇവിടെ കൃപയെ നിർത്തി കഴിഞ്ഞാൽ എനിക്ക് വട്ടാവും. ഗെറ്റ് ലോസ്റ്റ്. ടാറ്റാ ടാറ്റാ. ഞാൻ നേരത്തെ പറഞ്ഞു അൺവാണ്ടഡ് അൺനെസസറി ഒന്നും പറയില്ല. അടുക്കളയിൽ എന്താ പരിപാടി? ചൂപ്പർ. ഇത്ത ആരാ യുദ്ധഭൂമിയിൽ പുതിയ ഒരു ഭടൻ? രസീത. ആർക്കറിയാം? എനിക്കറിയത്തില്ല. ആൻഡ് ഷീ കോണ്ടാക്ട് ആൻഡ് ആസ്ക് മൈ ഡീറ്റെയിൽസ്. എൻ്റെ ഡീറ്റെയിൽസ് അല്ല, ആ വായി നോക്കി ചെരവപ്പല്ലനല്ലേ ആ നാറിയുടെ ഡീറ്റെയിൽസ് എൻ്റെ അടുത്ത് ചോദിച്ചിരുന്നു. ഞാനത് കൊടുക്കുകയും ചെയ്തിരുന്നു. ആൻഡ് ഇഫ് ഷീ നീഡ് എനി കൈൻഡ് ഓഫ് ഹെൽപ്പ് സപ്പോർട്ട് ഐ വിൽ ഡു ദാറ്റ്. അതിനകത്ത് രാഷ്ട്രീയമില്ല, അത് ഞാൻ പറഞ്ഞിരുന്നു. അതിനപ്പുറം ഞാൻ ആ കുട്ടിയൊന്നും പറയാൻ പോയിട്ടില്ല, എവിടെയും പറയാൻ പോയിട്ടില്ല. എന്നാൽ എല്ലാവരും പോയി കിടന്നുറങ്ങി. ടീപ്പാ ശിവൻ ഗുഡ് നൈറ്റ്. എല്ലാവരും പോയി കിടന്നുറങ്ങി. ചെറിയ ഗുഡ് നൈറ്റ്. കട്ടൻ ചായയുടെ ഒരു ഉള്ളിവട കൂടി ഉണ്ട്, അടിപൊളി. ഞാനൊരു നീ പെട്ടെന്ന് ഒരു ഉള്ളിവട ഉണ്ടാക്കി തിന്നൂട്ടി. കൊതിയൊന്നും വെച്ചേക്കണ്ട, ഗർഭിണിയല്ലയോ. ഞാനൊരു ചാനൽ തുടങ്ങിയാലോ? തുടങ്ങിക്കോ. പക്ഷെ ഞാൻ എൻ്റർടൈൻ ചെയ്യത്തില്ല കേട്ടോ. ഞാൻ ഒരാളുടെയും ചാനൽ ഇനി ബൂസ്റ്റ് ചെയ്യത്തില്ല. മതി, എനിക്ക് മതിയേ. എന്നെ എൻ്റെ വഴിക്ക് വിടൂ പ്ലീസ്. മിൽക്ക് ടീ ഉപേക്ഷിച്ച് ബ്ലാക്ക് ടീ അടിക്കുകയോ? അങ്ങനെ ഒരു സജഷൻ വന്നിരുന്നു വീട്ടിൽ. ബ്ലാക്ക് ടീ കഴിക്ക്, മറ്റേതങ്ങ് ഒഴിവാക്കാൻ. ബിക്കോസ് അത് ശരിയാണ്, നല്ല കാര്യമാണ്. ഗുഡ് നൈറ്റ് മോളെ. താങ്ക് യു സുമതി. താങ്ക് യു സോ മച്ച് കേട്ടോ. നിങ്ങൾക്കൊക്കെ എനിക്കറിയാം കുറച്ച് പേർക്ക് ഞാൻ പറയണമെന്നും ഇഷ്ടപ്പെടുന്നുണ്ടാവത്തില്ല എന്നും ഐ നോ. പക്ഷേ നമുക്കൊരു സന്തോഷ തിരയിളക്കമില്ലേ, അതുണ്ട്. ക്യാരറ്റ് കാണാൻ പോയത് ഇപ്പോഴും ഓർക്കുന്നു. പിന്നെ ജീവിതത്തിൽ മറക്കാൻ പറ്റുമോ? യു നോ ലുക്ക് മൈ മെസ്സേജ് ബൈ ചന്ദ്രൻ പിള്ളை. ഐ നോ ലുക്ക് യുവർ മെസ്സേജ് ബിക്കോസ് ഐ നോ സീ. ഐ സീ, ഐ ലുക്ക്. ഐ നോ സീ, ഐ നോ ലുക്ക്. അടുക്കളയിൽ നിന്ന് ജ്യൂസ് ഉണ്ടാക്കുന്നില്ലേ എന്ന്. ശുഭരാത്രി സുഭദ്ര. ഗുഡ് നൈറ്റ്. അവിടെ വേറൊരാൾ ലൈവ് ഇട്ടിട്ടുണ്ട്, ഞാൻ അത് പോയി വായി നോക്കട്ടെ. നമുക്ക് നാളെ കാണാം. ഞാനിപ്പോൾ തുടങ്ങിയപ്പം പറഞ്ഞ ആ ഒരു ഇതിനകത്ത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തണേ. ബാക്കിയൊക്കെ പോട്ടെ. അതിനകത്തുള്ള നിങ്ങളുടെ ഒരു ഒപ്പീനിയൻ ഞാൻ കേൾക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. സീരിയസ്ലി ഞാൻ പറഞ്ഞ കറക്റ്റ് അല്ലേ? നമുക്ക് ആ കൊട്ടേഷൻ എടുത്തൂടെ പിള്ളേരെ? നമുക്ക് ആ കൊട്ടേഷൻ അങ്ങ് എടുക്കാം. എന്ത് പറയുന്നു? എന്തിനാ കുറേ ആളുകൾ ഉള്ളപ്പോൾ പോകുന്നത്? ഇവിടെ എത്ര പേരിയ്ക്കുന്നു? നിങ്ങളെ കണ്ടിട്ടാണ് ഞാൻ ചാനൽ തുടങ്ങുന്നത്. യോ ഗ്രേറ്റ്. ചാനൽ തുടങ്ങി കൊച്ചേ, നല്ലത് വരട്ടെ. ഹായ് പംപ്കിൻ. ടുമാറോ യു ലുക്ക്, ഐ നോ ലുക്ക്. യു ആർ ഡൂയിങ് ഗുഡ്. താങ്ക് യു പിച്ചു. 251. അതെന്താണ്? ഇന്ന് സമാധാനമായിട്ട് സ്വസ്ഥമായിട്ടൊന്ന് ഉറങ്ങാൻ പറ്റും. എത്ര ദിവസമായിട്ട്? നമ്മൾ 2 ആഴ്ചയായിട്ടില്ലേ നമ്മൾ ഇതിൻ്റെ ഈ വർക്ക് പീരീഡിൽ ഉറക്കമില്ലാതെ അവിടെ വിളിക്കുന്നു, ഇവിടെ വിളിക്കുന്നു, അവിടെ മെസ്സേജ്, ഇവിടെ മെസ്സേജ്. ടു മച്ച് ഹെക്ടിക്, ഹെവി. വാട്ട് എ ബ്യൂട്ടിഫുൾ പീപ്പിൾ. ജിനുവിനോട് എനിക്ക് ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. താങ്ക് യു സോ മച്ച്. ഷെഫീന ചേച്ചി കട്ടൻ ചായ കുടിക്കല്ലേ? അസുന്ദരമായ വെള്ള നിറം പോകും. ഇത് അഴുந்த വെളുപ്പാണ് മോളെ, ഇത് പോവേയൊന്നുമില്ല. ഇന്ന് രാവിലെ ലൈവ് കണ്ടല്ലോ, ടൈമില്ലായിരുന്നു കാണാം. ഞാൻ രാവിലെ എഴുന്നേറ്റപ്പം എനിക്കൊരു ഗുഡ് ന്യൂസ് കിട്ടി. അപ്പം ഞാൻ വിചാരിച്ചത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണമെന്ന്. സോ ഐ ഷെയർഡ് ഇറ്റ്. ബിക്കോസ് അത് നടക്കുമോ ഇല്ലയോ എന്നൊരു കൺഫ്യൂഷനിലുണ്ടായിരുന്നു എനിക്ക്. അത് സക്സസ് ആയി. ആൻഡ് കുറച്ച് ലേറ്റായിപ്പോയി അതിന് ചെയ്തത്. അപ്രതീക്ഷിതമായ ഒരു അറ്റാക്കായിരുന്നു. അതിൽ ഞാൻ സക്സീഡ് ചെയ്തു. അതെനിക്ക് പറഞ്ഞറിയിക്കാൻ വയ്യ. ഞാൻ ഇപ്പോഴും പറയണം കേട്ടോ, ഇതിനകത്ത് ഈ ID പോകാൻ ചാൻസ് ഉണ്ട്. സോ എൻ്റെ മറ്റേ ID ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണേ. ഇത് പോകാൻ നല്ല ചാൻസ് ഉണ്ട്. പോട്ടെന്നേ, നമുക്ക് മറ്റേത് മതി. അതിനകത്ത് അതെന്തായാലും പോകത്തില്ല, അതവിടെ കിടക്കും. അതിനകത്ത് ഇവർക്ക് ഒരു സാധനവും കളയാനുണ്ടാവത്തില്ല. സോ ധൈര്യമായിട്ട് നിങ്ങൾ അത് പോയി ആഡ് ചെയ്യുക. ഇത് പോകണമെങ്കിൽ പോയിക്കോട്ടെ. ഇത് ഇതുവരെ സ്ട്രൈക്കും കൊണ്ടൊന്നുമില്ല, ബട്ട് സ്റ്റിൽ ഞാനൊരു പ്രിക്കോഷന് വേണ്ടി പറയുന്നതാണ്. ജസ്റ്റ് ഗോ ആൻഡ് സബ്സ്ക്രൈബ് ദ അതർ ചാനൽ പ്ലീസ്. സീമ സുരേഷ്. പിന്നെ എൻ്റെ അടുത്ത് കല എന്ന് പറയുന്നൊരു കൂട്ടുകാരിയുണ്ട്. പുള്ളിക്കാരത്തി കുറേ അധികം ഒപ്പീനിയൻസ് പറഞ്ഞിരുന്നു. അതായത്
പെൺകുട്ടികൾക്ക് വീട്ടിലിരുന്ന് തന്നെ കുറച്ച് ബിസിനസ് കാര്യങ്ങൾ, കുറച്ച് സജഷൻ ആ കുട്ടി പറയുന്നുണ്ടായിരുന്നു. ഞാൻ അതിൻ്റെ ഇൻഡെപ്തിൽ അത് പഠിച്ചിട്ടില്ല. താല്പര്യമുള്ളവർക്ക് വേണമെങ്കിൽ ഞാൻ അത് മനസ്സിലാക്കിയിട്ട് നിങ്ങൾക്ക് ഒരു എക്സ്പ്ലനേഷൻ തരാം. മേ ബി നിങ്ങൾക്കതൊരു ഹെൽപ്പാണെങ്കിലോ. ഫിനാൻഷ്യൽ സാധനത്തിലൊന്നും ഞാൻ കൈ തൊടത്തില്ല, ഞാൻ ഇടപെടത്തില്ല. ബട്ട് സജഷൻ ക്ലിയർ ആയിട്ടുള്ള അതിൻ്റെ നിയമവശം ഒക്കെ ഞാൻ ഹെൽപ്പ് ചെയ്ത് തരാം. ബാക്കി നിങ്ങൾ നോക്കിക്കോ കേട്ടോ. ചീത്ത പറയാൻ അറിയില്ല, കമ്മൽ അടിപൊളി, താങ്ക് യു. നിങ്ങൾ പൊളിയാണ് ഇത്ത, പറയുന്നത് തന്നെ ഉറച്ചു നിൽക്കുന്നു, അത്ര തന്നെ. ജിനു മാത്രം ഉള്ളോ? വീണാമേ കുഞ്ഞി, ജിനുവിൻ്റെ അടുത്ത് മാത്രമേ എനിക്ക് നന്ദിയുള്ളൂ. വീണാമേ കുഞ്ഞി ശരിയല്ലേ? ചാനൽ ഇത്ത. നെക്സ്റ്റ് ചാനൽ ID മാം ഷെഫീന വിനീത് എന്ന് ടൈപ്പ് ചെയ്താൽ മതി, വരും. ഷെഫീന വിനീത്, ഷുവർ. ഞാൻ ഇത്തയുടെ തമിഴ് ചാനൽ കുറേ നോക്കി, കണ്ടില്ല. ഇത്തയുടെ തമിഴ് പറയുന്നത് കേൾക്കാനായിരുന്നു. മറ്റേ ചാനൽ ഒരുപാടുണ്ടായിരുന്നു കേട്ടോ. തമിഴൊക്കെ ഒരുപാട് വീഡിയോ പിടിച്ചിട്ടിരുന്നു. അത് ഞാൻ പറഞ്ഞു തരത്തില്ല. അതിനകത്ത് ഒരുപാട് കളികളുണ്ട്, അത് ഞാൻ പറയത്തില്ല. അതിനകത്ത് എൻ്റെ പേര് ഷെഫീന എന്നല്ല. അത് ഞാൻ തിരുനെൽവേലിയിൽ എങ്ങനെ അറിയപ്പെടുന്നു ആ പേരാണ് അതിനകത്തുള്ളത്. അത് നിങ്ങൾ അറിയട്ടെ. ന്യൂ ചാനൽ ഒരു ലൈവ് വരും, അത് ആലോചിക്കുന്നതാണ്. ശരി, എന്നാൽ നാളെ അതില്ലാത്ത ലൈവ് വരാം, നാളെ വന്നേക്കാം. വിജയരാജ് പറയുന്നു ചാനൽ പോകില്ല എന്ന്. ബി വെറുതെ പറഞ്ഞതാണോ? ആയിരിക്കാം, മേ ബി, ചാൻസസ് ആർ ദേർ. പോകില്ലായിരിക്കും. ഒരു സാമി സുരേഷ് ഗോപിയുടെ മോളെ ശപിച്ചു എന്ന് യുവർ ഒപ്പീനിയൻ. എന്തിന്? വട്ടന്മാരും കുശുമന്മാരും അഹങ്കാരികളാണ് ആ കൊച്ചിനെ ശപിക്കുക. അതെന്തോന്ന് ഇത്? ഇത്ര കൃത്യമായിട്ടാണ് അത് കാര്യങ്ങൾ നടന്നത്. ചേച്ചി ആരെന്തൊക്കെ പറഞ്ഞാലും ഈ കോൺഫിഡൻസ് ഒത്തിരി സ്ത്രീകൾക്ക് പ്രയോജനപ്പെടുന്നുണ്ട്. ശബ്ദമില്ലാത്തവർക്ക് ശബ്ദമാട്ടെ. എല്ലാ ആശംസകളും. ഓക്കെ, ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. നിങ്ങൾ സ്റ്റോറി പോലെ ഞാൻ 17 വയസ്സിൽ വീട്ടുകാർ നിർബന്ധിച്ച് കെട്ടിച്ചു. അതിനെന്താ? ഷെഫീന വിനീത്, യാ 8376 സബ്സ്ക്രൈബ്ഡ്. മോർ ടു വാച്ച് ഫ്രം യു ഡിയർ. അയൺ ലേഡി, കീപ് ഗോയിങ്. ഡി ആൻഡ് എസ് ലൈഫ്. താങ്ക് യു സോ മച്ച്. ഒരു അമ്മ മകനെ തല്ലുന്ന വീഡിയോ കണ്ടായിരുന്നോ? ഐഷ അസ്മ, അത് കൊണ്ടുവന്ന് ഇട്ടായിരുന്നു. ഞാൻ അതെടുത്ത് ഇതിനകത്ത് ഇടണം, ഇത് അടിച്ചു പോകണം അല്ലേ? ഫിനോയിൽ ഫ്ലവറി മോൻ. ഇവിടെ അവൻ വെറും സുഡാപ്പിയാണെന്ന്, വെറും സുഡാപ്പിയാണ് അവൻ. സബ് ചെയ്തു, താങ്ക് യു. അവൻ വെറും ഉണക്ക പന്ന ഡാഷ്മോനാണ്, വെറും കുത്തിത്തിരിപ്പിൻ്റെ ആശാനാണ് അവൻ. ആരെന്നറിയോ? കുഞ്ഞിക്കിളിയാ, കുഞ്ഞിക്കിളിയുടെ വർത്താന. ഏണി മണ പൂഞ്ഞോഞ്ഞ അമ്മ 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 ഏണി മഞ്ഞ പൂഞ്ഞോഞ്ഞ. മോളെ പുതിയ പാട്ട് ഇറക്കിയിട്ടുണ്ടടി, അനക്ക് കേക്കണ്ടേ? അടാടി മമ്മി ബിട്ടിലില്ല, വിളയാടാ ആരുമില്ല, ബില്ലാടാ ബില്ലാടാ നീ പോരെ, അബാടി മമ്മി ബിട്ടിലില്ല. ഫിൽറ്റർ ഇട്ടിട്ടുണ്ടോ? ഫിൽറ്റർ ചായ? ഫിൽറ്റർ ചായല്ല, ഇത് വെറും കട്ടൻ ചായയാണ്. ദിസ് ഈസ് ഓൺലി ബ്ലാക്ക് ടീ. ഇതിനകത്തോ? ഇത് എന്തൊരു പ്രസം, അതിനകത്ത് ഇനി ഫിൽറ്റർ ഉണ്ടോ ഇല്ലെന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ. രഘുരാമൻ, ഷാരൂഖ് ഖാൻ ആണോ? അതൊക്കെ സബ്സ്ക്രൈബ് ചെയ്തു കഴിഞ്ഞു. എപ്പോഴും താങ്കളുടെ 2 ചാനലുകൾ ഇവിടെ ഉണ്ടായിരിക്കും. താങ്ക് യു. ആ സാമിയുടെ വീഡിയോ ഒന്ന് കാണണം. യാ ഓക്കെ. ഫിനൈൽ മിക്കവാറും അജ്ഞാതൻ്റെ കൈക്ക് തീരും. ഏയ് വേറെ ജോലി. ആരെല്ലാം കക്കൂസ് ടാങ്ക് കുളിച്ച് ജയിലിൽ പോകും. അവന് ഭ്രാന്താണ്. അവനാ മുണുങ്ങാണ്ടികളെ പറ്റിക്കുന്നതല്ലേ, മുണുങ്ങാണ്ടികൾ. പക്ഷേ ചിത്ര ചേച്ചിക്ക് അതിന് എതിരെ കേസ് കൊടുക്കാം. ചിത്ര ചേച്ചി വിചാരിച്ചാൽ അവൻ്റെ ആപ്പീസ് പൂട്ടും, അവൻ്റെ അണ്ടകടാഹം പൂട്ടും, ആ ചാനലേ പൂട്ടിപ്പോകും. ചിത്ര ചേച്ചി വിചാരിക്കണം, സത്യത്തിൽ വിചാരിക്കുകയാണ് വേണ്ടത്. ഇതുപോലെ തോന്നിയാസം എഴുതിയിട്ട വിചാരിക്കണം. അവൻ്റെ ഉന്നതിയിൽ നിൽക്കുന്ന ചാനൽ 8 നിലയിൽ പൊട്ടും. അല്ല, മുണിയാണ്ടികൾക്ക് മാത്രമേ അറിയൂ ചാനൽ പൂട്ടിക്കാൻ, വേറുള്ളവർക്ക് പറ്റൂല. മുണിയാണ്ടികൾ ഇവിടെ കൂട്ടത്തോടെ ചേർത്തിൽ അയാളെ പൂട്ടിച്ചില്ലേ? അപ്പം കാര്യം അയാൾ കുറേ കളത്തരമൊക്കെ പറയുമെങ്കിലും ഒരാളുടെ ഒരു ചാനൽ ഉണ്ടാക്കിക്കൊണ്ട് വരിക ഒരു സ്മാൾ തിങ് അല്ലല്ലോ, അത്രയും എഫേർട്ട് ഇല്ലേ? അത് പൂട്ടിയില്ലേ? അപ്പം പിന്നെ തിരിച്ചും പൂട്ടിക്കണ്ടേ? തിരിച്ച് ചെയ്യണം പിള്ളേരെ, തിരിച്ച് ചെയ്യണം. എന്തിനും ഒരു പ്രതിപ്രവർത്തനം ഉണ്ടായിരിക്കണം. നിങ്ങളോട് എന്ത് ചെയ്യുന്നോ അതേ സാധനം നിങ്ങൾ തിരിച്ച് ചെയ്യണം. ജന്തു ലൈവിലുണ്ട്. അതാരാ? ഡാഡി മമ്മി വീട്ടിലില്ല. അതാണ്. ഹലോ, എത്ര നേരമായി? 1 hour and 9 minutes. ഓക്കെ, സി യു മാഡം. ബൈ. ഗുഡ് നൈറ്റ്. ഐ ലവ് യു ആൾ. നാളെ കാണാം. പുതിയൊരു സബ്ജക്റ്റുമായി നാളെ കാണുന്നതായിരിക്കും. ഗുഡ് നൈറ്റ്. ഓക്കെ.